മാനവികമായി ഒന്നാമൻ, വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ, സാമ്പത്തികമായി സംശുദ്ധി വരുത്തിയ, ജീവിതത്തിൽ വിനയവും ലാളിത്യവും പുലർത്തിയ, അതിലൊക്കെ ഒന്നാമനായി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നമ്മൾ റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ കുറേ നേരമായിട്ട് പറയുന്നുണ്ട്, ഒരു ഗുരുമുഖത്ത് നിന്ന് കേട്ടു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അക്ഷരവായനക്കപ്പുറത്തേക്കുള്ള റസൂലുള്ളാഹി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെന്താ സംഭവം? ആരാണ് ഈ ഗുരു? റൂമി നല്ലൊരു ജുഡീഷ്യൽ അന്വേഷകൻ കൂടിയാണെന്ന് തോന്നുന്നു. മറച്ചു വെക്കേണ്ട പലതും ഒളിച്ചു വെക്കേണ്ട പലതും ഉണ്ട്. എന്നാലും അത് പറയരുതാത്തതൊന്നുമല്ല. അതായത് റൂമി ഇസ്ലാമിക മുഖം 3 വിധാനങ്ങളാണെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഞാനും നീയൊക്കെ പഠിച്ചിട്ടുണ്ട്. മർത്തബത്തുൽ ഇസ്ലാം, മർത്തബത്തുൽ ഈമാൻ, മർത്തബത്തുൽ ഇഹ്സാൻ. അതിൽ ബാഹ്യമായ ശാരീരിക പ്രക്രിയകളുടെ ലോകമാണ് അനുഷ്ഠാനത്തിൻ്റെ, ശരീഅത്തിൻ്റെ മർത്തബത്തുൽ ഇസ്ലാം. അത് ഹൃദയാന്തരാളങ്ങളിൽ സ്വാധീനിച്ച് വരുമ്പോഴുണ്ടാകുന്ന വിശ്വാസ ചൈതന്യങ്ങളാണ് മർത്തബത്തുൽ ഈമാൻ. ഖുശൂഅ്, ഇഖ്ലാസ്, ഖുളൂഅ്, തവക്കുല്, തസ്ലീം. ഖുർആനിൽ 10-40 പ്രയോഗങ്ങളെങ്കിലും ഉണ്ട് ഇതിനെപ്പറ്റി. മറിച്ച് ഇസ്ലാമിക പ്രയോഗങ്ങളിൽ നിസ്കാരം, നോമ്പ്, സദഖ എന്ന് പറയാൻ എല്ലാവർക്കും കഴിയും. അപ്പം ഈമാനികമായ ഒരു വിധാനത്തിലേക്ക് ഖൽബ് ഉയർന്നത് അത് ഒരു വിഭാഗം മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ്. എന്നാൽ ആദ്യത്തെ മർത്തബ മാത്രം ലഭിച്ചത് ഒട്ടും മോശമല്ല. ഉമ്മത്തു സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ഷഹാദത്തൈനി അവരുടെ കയ്യിലുണ്ട്. മുസ്ലിമീങ്ങൾ അവരൊക്കെ ഇൻഷാ അല്ലാഹ് മോക്ഷത്തിൻ്റെ ആളുകളാണ്, രക്ഷപ്പെടുന്നവരാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പശ്ചാത്തപിച്ചാൽ അതും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അപ്പം എല്ലാവരും ഒരു ഗുരുനാഥനെ പ്രാപിക്കണമെന്ന അബദ്ധമൊന്നും എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പം മർത്തബത്തുൽ ഇസ്ലാമിലുള്ള പരകോടി മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ നമുക്ക് പറയാം. എന്നാൽ മർത്തബത്തുൽ ഈമാൻ എന്ന് പറയുന്നത് അകം ഉണരണം. അപ്പോഴാണ് അല്ലാഹ് എന്നത് ഒരക്ഷരമല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പോലും പറയില്ല, മറിച്ച് അള്ളാഹുവിനെ ആസ്വദിക്കുക, അള്ളാഹുവിനെ അനുഭവിക്കുക, സ്നേഹത്തോടുകൂടി അള്ളാഹുവിനെ പ്രാപിക്കുക. ഇത് ഉൾക്കൊള്ളണമെങ്കിൽ തന്നെ മർത്തബത്തുൽ ഈമാൻ എന്ന വഴിയെ പ്രാപിക്കാൻ കഴിയണം. എന്നാൽ ഇനിയുമുള്ളതാണ് സാക്ഷാത്കാരത്തിൻ്റെ, സാഫല്യത്തിൻ്റെ മർത്തബത്തുൽ ഇഹ്സാൻ. അത് അനുഭവ ലോകാണ്. ഇത് 3മാണ് അദ്ദീൻ എന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. സയ്യിദുനാ ജിബ്രീൽ വന്ന് സഹാബത്തിനെ വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ എന്തിനാ ഇത് വേഗം പറഞ്ഞത്? അഹ്ലുസുന്നയുടെ നമ്മുടെ ആളുകളൊക്കെ കേരളത്തിൻ്റെ ഭാഗ്യം ഈ ഇഹ്സാനിക തലത്തിലുള്ള മഹാന്മാരുടെ അനുഭവ സാക്ഷാത്കാരത്തിൻ്റെ ചെറിയൊരു നനവ് ലഭിച്ചവരാണ്. നേരിട്ട് ശിഷ്യപ്പെട്ടിട്ടുണ്ടാവില്ലെങ്കിലും അത്തരം മഹാന്മാരോടുള്ള ബന്ധം കേരളത്തിൻ്റെ പാരമ്പര്യം അതാണ്. സയ്യിദി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, വെളിയങ്കോട് ഉമറുൽ ഖാവി, ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, ആദ്യകാലത്തെ നമ്മുടെ അഹ്ലുസുന്നയുടെ നായകന്മാരായ ഉസ്താദുമാർ, അവരൊക്കെ ഇത് 3ഉം സമന്വയിപ്പിച്ചവരായിരുന്നു. ഏതെങ്കിലും ഒരു ഗുരുബന്ധം അവർക്കുണ്ടാകും. യഥാർത്ഥത്തിൽ ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 3 മുഖങ്ങളുടെയും സംരക്ഷണത്തിനു വേണ്ടിയും അവയ്ക്കെതിരായി വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുമാണ് സ്ഥാപിച്ചത് എന്ന് ഭരണഘടനയിലുണ്ട്. അന്നൊക്കെ ഖാദിരിയ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ, ചിശ്തിയ തുടങ്ങിയ ആധ്യാത്മികമായ വഴികളുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വിനീതൻ പഠിക്കുന്ന കാലത്ത്, വായിക്കുന്ന കാലത്ത് അത്തരം ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നാലോ ആ ഒരു വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കാൻ ഭാഗ്യം ഉണ്ടായത്. അത് നിയോഗമാണെന്ന് ഞാൻ പറയാം. അത് എന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. എനിക്ക് 11 വയസ്സുള്ള സമയത്ത് മഹാനായ മടവൂര് മഖാമിലെ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു എൻ്റെ വീട്ടിൽ വന്ന് അവരെന്നെ മടിയിലിരുത്തിയിട്ടുണ്ട്. 11ാമത്തെ വയസ്സിൽ. അത് ഞാൻ ഇപ്പോഴിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ പ്രദേശത്ത്, എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് വരാനുള്ള ഒരു ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായി, സംഭവിച്ചു, നാട്ടുകാരൊക്കെ കണ്ടു. അപ്പോഴവിടെ മുതലേ ഈ ഒരു ഒഴുക്ക് തുടരുന്നുണ്ട്. മഹാനായ കക്കിടിപ്പുറം റളിയല്ലാഹു അൻഹു വലിയ ദലായിലുൽ ഖൈറാത്തിൻ്റെ മഹാത്മാവ.
എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഷെയ്ഖ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ മഹാൻ പറഞ്ഞു, ഇവന് കിട്ടേണ്ട സമയത്ത് അവൻ്റെ ദിക്റൊക്കെ കിട്ടിക്കോളും, ഇപ്പോൾ പഠിക്കട്ടെ. അതുപോലെ കേരളത്തിലെ എത്രയോ മഹാന്മാർ, വടകര മുഹമ്മദ് ഹാജി തങ്ങളാവട്ടെ, അന്ത്രുപ്പാപ്പയാകട്ടെ, അവരൊക്കെ പലപ്പോഴും അവരോടൊക്കെ എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. എന്നാൽ ആ ഒരു ജീവിതഭാവം ഞാൻ പുലർത്തിയിരുന്നില്ല. പഠനം, വായന, ചിന്ത, ആലോചന, എഴുത്ത്, പ്രസംഗം. അന്ന് തന്നെയും ഈ മുസ്ലിം വിഭാഗീയതയിൽ പോലും ദർശനപരമായി സംസാരിക്കുക എന്നല്ലാതെ വ്യക്തിപരമായി പ്രസംഗിക്കില്ല. അങ്ങനെ ഒരു കാവൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീടാണ്, ചോദിച്ചതുകൊണ്ട് മാത്രം പറയാണ്, ദൗർഭാഗ്യകരമായി നമ്മുടെ ഉലമാ രണ്ട് ദിശയിലേക്ക് മാറി. അന്ന് സജീവമായി ഞാൻ മർക്കസിലെ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പലാണ്. ബഹുവന്യരായ AP ഉസ്താദിൻ്റെ വിശാല മനസ്സ് അന്നും ഇന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ കൂടെയുള്ള യാത്ര, പുസ്തകത്തിലും എഴുത്തിലും മറ്റുമൊക്കെ ഉള്ള പങ്കാളിത്തം എൻ്റെ വളർച്ചയിൽ വല്ലതും ഉണ്ടെങ്കിൽ അതിന് സഹായങ്ങളൊക്കെ ചെയ്തയാണ്. എന്നാൽ ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിയപ്പോഴും ഒരു പ്രസംഗം പോലും എനിക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഇത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയപ്പോൾ കെട്ടിപ്പിടിച്ച് കൂടെയുള്ളവരോട്, കക്കാടിനെ നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തരുവാണോ? കക്കാട് പണ്ടേ മനസ്സുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ യാത്ര അങ്ങനെ വന്നു. അങ്ങനെയാണ് മർക്കസ് ആർട്സ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളായിരിക്കെ AP ഉസ്താദിൻ്റെ വലങ്കൈ എന്ന് ഞാൻ ഇന്നും അഭിമാനത്തോടെ പറയാം. ആ രീതിയിലായിരുന്നു. അത് ചിലർക്കൊന്നും ഇന്ന് അറിയില്ലായിരിക്കാം. ആ AP ഉസ്താദിന് ഇന്നും അന്നും എന്നും അതറിയും. ഇപ്പോഴും ആ പരിഗണന. പ്രധാനപ്പെട്ട വലിയ പ്രഭാഷണങ്ങളുടെ പ്രിപ്പറേഷൻ വാതിൽ കുറ്റിയിട്ട് ഈ വിനീതൻ AP ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് മണിക്കൂറുകളോളം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. 1, 2, 3 അല്ല, അതിപ്പോഴെങ്കിലും പറയാലോ. എറണാകുളത്തൊക്കെയുള്ള പ്രശസ്തമായ പ്രഭാഷണത്തിൻ്റെ പുസ്തകം 1-2 എഴുതിയാൽ ഞാനുമായി ബന്ധപ്പെട്ട് എന്ന് പറയും. അത് പറയാനാണ് എനിക്കിഷ്ടം. ഞാനുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ് എന്ന് പറയലാണ് എനിക്കിഷ്ടം. അറബിയാകട്ടെ മലയാളത്തിലാകട്ടെ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്ന ചില പുസ്തകങ്ങളിലൊക്കെ അതിൻ്റെ ചെറിയ സേവനം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും AP ഉസ്താദിൻ്റെ പേരിൽ തന്നെ അത് ഖിയാമത്ത് നാൾ വരെ നിലനിന്നാലും അവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായില്ല. കാരണം 89-ലാണ് ഞാൻ ആദ്യം ഹജ്ജിന് പോകുന്നത്. അന്ന് 10,000 രൂപ AP ഉസ്താദിന് കൊടുത്തു. ബാക്കിയുള്ള അതിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും AP ഉസ്താദാണ് എനിക്ക് നിർവഹിച്ചത്. അന്നാണ് അൽ ഹജ്ജ് പുസ്തകത്തിലേക്ക് എന്നെ ഉയർത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു കടപ്പാട് ഞാൻ നിർവഹിക്കുന്നതിൽ എന്താ കാര്യം? പിന്നീട് ഹജ്ജിൻ്റെ ഒക്കെ മെയിൻ ആളായില്ലേ? 14 വർഷം. ഇവിടെ ഈ സംഘടനകളിൽ ഒരു സംഘടിത ഹജ്ജ്, അതിനെ ഹജ്ജ് ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയത്. അൽഹംദുലില്ലാ, അങ്ങനെയൊന്നും പറയണ്ട. എന്നാലും ഉള്ളാളം തങ്ങൾ മുതൽ ഖലീൽ ബുഖാരി തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അവർ പറയുക കക്കാട് അവർക്ക് ഖിദ്മത്ത് കൊടുത്തു എന്നാണ്. ബദ്ർ ശുഹദാഇൻ്റെ ഒക്കെ സിയാറത്ത് ആർക്കും തുറന്നു കൊടുക്കാത്ത വാതിൽ ഈ വിനീതന് അള്ളാഹു തുറന്നു തന്നു. 10,000-കണക്കിന് കേരളീയ ഹാജിമാരെ ബദർ ശുഹദാഇൻ്റെ മുമ്പിലേക്ക് സലാം പറയാൻ കൊണ്ടുപോകാനുള്ള ഒരു വാതിൽ. പിന്നീടാണ് പലർക്കും അത് തുറന്നു കിട്ടിയത്. അല്ല, അപ്പോഴും ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞില്ല. അത് അങ്ങനെ ഇരിക്കെ 1997 അവസാനം AP ഉസ്താദ് തന്നെയാണ് എനിക്കതിനും വഴിയൊരുക്കിയത്. അതിനു മുൻപ് PMK ഫൈസിയെ പോലെ, അണ്ടോൺ ഉസ്താദിനെ പോലെ, അബ്ദുൽ ഹക്കീം അസേരിയെ പോലെ, ഡോക്ടർ ഹുസൈൻ ചുള്ളിക്കോടിനെ പോലെ അവരൊക്കെ അവിടെ പോയി 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് അതിലൊക്കെ ഹജ്ജിൻ്റെ ടൈമാകുമ്പോൾ കഴിയില്ല. പിന്നെ ഒരു നല്ല സമയം വന്നപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഇന്ന് ബഹുമാനപൂർവ്വം പറയുന്നു, മർഹൂം ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം, അന്ന് ബഹാഉദ്ദീൻ കുരിയാട് ഡോക്ടർ, അദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് വേറെ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് 97-ൻ്റെ അവസാനവും അവിടെ. അന്ന് AP ഉസ്താദ് പോകുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, കക്കാട് അവിടുത്തെ വലിയ ഉലമാവുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കണം. കാരണം അറബിയിൽ കുറച്ചൊക്കെ അന്ന് സംസാരിക്കാൻ കഴിയായിരുന്നു കുറച്ച്. അപ്പോൾ അവിടെ വൈസ് ചാൻസലറായിട്ടുള്ള ഏറ്റവും വലിയ ഷെയ്ഖുൽ അസ്ഹർ ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം ഇന്നുണ്ട്.
ഷെയ്ഖുൽ അസ്ഹർ സഹീഹുൽ ബുഖാരിക്ക് 6 വോള്യമുള്ള വ്യാഖ്യാനം എഴുതിയ ആളാണ്. നാസറുദ്ദീൻ അൽബാനി എന്ന സലഫി പണ്ഡിതനുമായി സംവദിച്ചിട്ട് ഹദീസ് രംഗത്ത് കഴിവ് തെളിച്ച ആളാണ്. സൂഫി ബോധമുള്ള ഷെയ്ഖുള്ള ആളാണ്, ഫിഖ്ഹുള്ള ആളാണ്, ഷെയ്ഖുൽ അസ്ഹറാണ്. അപ്പോൾ എ പി ഉസ്താദ് എന്നെ ഏൽപ്പിച്ചത് ദൗത്യമായി കക്കാട് അദ്ദേഹവുമായി കൂടുതൽ അടുക്കണം, എന്നിട്ട് മർക്കസിലേക്ക് കൊണ്ടുവരണം, മർക്കസിനെ അസ്ഹറുമായി അഫിലിയേറ്റ് ചെയ്യാനൊക്കെ വഴി തെളിയിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഞാൻ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് 97 അവിടെ പോകുമ്പോൾ എ പി ഉസ്താദ് സന്തോഷം പകർന്ന സുന്നി പണ്ഡിതനാണ്, സൂഫി പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. എ പി ഉസ്താദിന് സർവ്വ അംഗീകാര ബഹുമാനമുള്ള ആളാണ്. അപ്പോഴങ്ങനത്തെ ഒരാളെ സ്വാഭാവികമായും എനിക്ക് സന്തോഷമാണ്. അപ്പോഴാണ് ഞാൻ സഹീഹുൽ ബുഖാരിയുടെ 6 വോള്യം വ്യാഖ്യാനവും ഒക്കെ കാണുന്നത്. ക്ലാസ്സിൽ അദ്ദേഹത്തെ കാണാൻ കാത്തിരുന്നു. ഞാനുണ്ട്, പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദ് ബാഖവിയുണ്ട്. ഒരു ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ആദ്യത്തെ ക്ലാസ് ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിമിൻ്റെതാണ്. അദ്ദേഹത്തിനെ പട്ടാളക്കാരെ അകമ്പടിയോടെ വരിക. ഞാൻ ആ മുഖം ആദ്യം കാണുന്നത് അന്ന് രാവിലെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, താടി ഷേവ് ചെയ്തിട്ടുണ്ട്, മുടി നന്നായി മനോഹരമായി ചീകി വെച്ചിട്ടുണ്ട്, ഒരു തൊപ്പിയോ തലപ്പാവോ ഇല്ല. അദ്ദേഹം സ്നേഹത്തോടെ വിനയത്തോടെ ക്ലാസ്സിൽ വന്നു, ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ക്ലാസ്സിൽ 40 ലോക പണ്ഡിതന്മാരെന്നാ പേര്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പം അദ്ദേഹം വളരെ സിമ്പിളായി ഹദീസ് ശാസ്ത്രം അവതരിപ്പിച്ചു. പക്ഷെ അതിൽ ഞാൻ എഴുന്നേറ്റ് കുറച്ച് ഉയർന്ന ഒരു ചോദ്യം ചോദിച്ചു. അപ്പോഴദ്ദേഹം എന്നെ നോട്ട് ചെയ്തു. സ്വാഭാവികമാണ്, കാരണം കുറച്ച് ആഴത്തിലൊക്കെ വായിച്ചു പഠിച്ചു എന്ന്. അങ്ങനെ അന്ന് മുതൽ അദ്ദേഹത്തോട് കോണ്ടാക്റ്റ് ഉണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ ഷെയ്ഖിൻ്റെ ആശ്രമാസ്ഥാനത്തെ വേദിയിൽ എൻ്റെ ഷെയ്ഖിനെ അഭിനന്ദിച്ച് പ്രകീർത്തിച്ച് അദ്ദേഹം വരികൾ എഴുതി അത് ഷെയ്ഖിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂട്ടി വായിക്കാൻ കേരളത്തിലുള്ള സത്യാന്വേഷികൾക്കും നിഷ്പക്ഷവാദികൾക്കും കഴിയും. എ പി ഉസ്താദ് ബഹുമാനപൂർവ്വം എനിക്ക് പരിചയപ്പെടുത്തിയ ഒരാൾ. അപ്പം അദ്ദേഹത്തിന് താടിയും തലപ്പാവും ഇല്ലാതെ വന്നപ്പോൾ ഇസ്ലാം ദീനിൽ അതിൻ്റെ വിധി അതല്ല ഞാനിപ്പോൾ പറയുന്നത്. ഭാഷയുടെയും വേഷത്തിൻ്റെയും ഒക്കെ രീതിയിൽ കാലത്തിനും സാഹചര്യത്തിനും ദേശങ്ങൾക്കും ഒക്കെ അതിൻ്റേതായ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയാം. പക്ഷെ എനിക്കതിൽ നിന്ന് വലിയ ചിലതൊക്കെ മനസ്സിലായി. അങ്ങനെ അവിടെയുള്ള പണ്ഡിതന്മാർ ഞങ്ങൾക്ക് 26 ഉസ്താദുമാരുണ്ട്. ഈ 3 മാസത്തെ കോഴ്സിൻ്റെ പേരെന്താ? ദൗറത്തുൽ അയിമ്മത്തി വദ്ദുആത്ത്. അതിൽ പ്രസംഗം, ഖുതുബ, പ്രഭാഷണം, പ്രബോധനം, അതിലുള്ള പരിശീലന. തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക പണ്ഡിതന്മാർ 40 ആളുകൾ എവിടുന്നൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും. അവരായിട്ടൊക്കെ ബന്ധമുണ്ടോ? അവരുമായിട്ടൊക്കെ അന്ന് ബന്ധം ഉണ്ടായിരുന്നു, പിന്നീട് വലിയ ബന്ധങ്ങളില്ല. പക്ഷെ അതിലുള്ള ചില ആളുകൾ ഇന്ന് എൻ്റെ വഴിയിലുള്ളത് കൊണ്ട് എനിക്കവരെ അറിയാം. അൽഹംദുലില്ലാ. അപ്പോൾ 26 പണ്ഡിതന്മാർ 997 അതിൽ 24 പേരും ക്ലീൻ ഷേവാണ്, നല്ല ടൈ ധരിച്ച്. എല്ലാവരും സൂഫി ആറ്റിറ്റ്യൂഡാണ്, എല്ലാവരും മദ്ഹബുള്ളവരാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ സിലബസ് മാത്രമല്ല, ഇസ്ലാം ദീനിൻ്റെ സിലബസ് കുറച്ചുകൂടി വിശാലമാണ് അന്ന് മനസ്സിലായിട്ട്. അങ്ങനെയാണ് എൻ്റെ സുപ്രഭാതം ഉണ്ടാകുന്നത്. അത്രേ പറയൂ. 1998 ജനുവരി 14 അത് ബാഹ്യമായി യാദൃശ്ചികമാണ്, ആന്തരികമായോ നേരത്തെ നിയോഗമുള്ളതുമാണ്. വഴിയിൽ വെച്ച് 2 ആളെ ഞാൻ പരിചയപ്പെടുന്നു. ഒരാൾ പത്രപ്രവർത്തകനാണ്, ഒരാൾ എഞ്ചിനീയറാണ്. ഈജിപ്ഷ്യന്മാരായ ആളുകൾ. ഞാൻ ബസ്സിന് കാത്തിരിക്കുകയാണ്. ഞാൻ ഈജിപ്ത് പോയിട്ടുണ്ട്. എവിടെയായിരുന്നു താമസമൊക്കെ? ഞാൻ ദറാസയിൽ ജാമിഉൽ അസ്ഹറിന്റെ വിദേശികൾക്കുള്ള മദീനത്തുൽ ബുഊസിൽ ഇസ്ലാമിയയിലാണ് താമസം. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ബസ് നഷ്ടപ്പെട്ടു പോയി രാത്രി. കാരണം ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയിട്ടാണ് പുസ്തകം വാങ്ങാൻ പറ്റുന്നത് വാങ്ങും, വാങ്ങാൻ പറ്റാത്ത ചെറിയ പുസ്തകമൊക്കെ നല്ല ഭാഗം വായിച്ചു തീർക്കും അവിടെ ഇരുന്നിട്ട്. അതായിരുന്നു സുബുലുൽ ഹുദ വറഷാദ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഒക്കെ പുതിയ എഡിഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇത് നേരം വൈകിയ അന്നത്തെ ദിവസം ഞാൻ ബസ്സിന് കാത്തിരിക്കുമ്പോൾ ഈ 2 പേര് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രസ്സിങ്ങും താടിയും ഭംഗിയും പ്രൗഢിയും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ സൂഫി ചിന്തകളെ അംഗീകരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ മഹാന്മാരുമായിട്ട് ബന്ധമുള്ള ആളല്ലേ. ഏത് ബന്ധം? സ്നേഹബന്ധം മാത്രം.
പരിണയിച്ചിട്ടില്ല ആരെയും മഹാഭാഗ്യത്തിന്. കാരണം അത് ഒരു വഴിയെ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു വഴി കാത്തിരിക്കുന്നവർ അതിനു വേണ്ടി റിസർവ്ഡാണ്. അപ്പോഴേ ബൊക്കെ ആവുള്ളൂ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, സ്വാഭാവികം ഞാൻ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖാദിരിയത്തിൻ്റെ ആണ് എൻ്റെ ഉസ്താദുമാരൊക്കെ. അപ്പോൾ അവരെന്നോട് വല്ലാതെ അടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇബ്രാഹിമുൽ ഖുറശി ദസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ ത്വരീഖത്തിലുള്ളവരാണ്, ഞങ്ങളുടെ ആസ്ഥാനം ഇതിൻ്റെ മുകളിൽ 3-ാം നിലയിലാണ്. അപ്പം ഞാൻ അവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ മിനൽ അഖ്താബിൽ അർബഅ. അപ്പം ഇത് നമ്മുടെ സമസ്തയുടെ മദ്രസ ബുക്കിലുള്ളതാണ്. സയ്യിദി അഹമ്മദുൽ കബീർ റിഫാഴി 1-ാമൻ, സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 2-ാമൻ, സയ്യിദി അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു 3, സയ്യിദി ഇബ്രാഹിമുൽ ഖുറശി ദസൂഖി റളിയല്ലാഹു അൻഹു 4-ാമൻ. ഇത് മദ്രസയിലെ ബുക്കിൽ കേരളത്തിൽ സമസ്ത പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ദുആയിൽ ചിലരൊക്കെ പക്ഷപാതം പിടിച്ചിട്ട് ചിലരെ കൂട്ടും ചിലരെ ഒഴിവാക്കും. അത് എത്രത്തോളം ഭംഗിയാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഞാനത് അവരോട് പറഞ്ഞപ്പോൾ അവരെൻ്റെ കൈ തന്നിട്ട്, ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ അവരുടെ കുത്തുബിനെ പറ്റി. തുടർന്ന് ഞാൻ പറഞ്ഞു, ഞാൻ 2 ആഴ്ച മുമ്പ് ദസൂഖിൽ ഇബ്രാഹിമു ദസൂഖിയുടെ മക്കാമിൽ സിയാറത്തിന് പോയിരുന്നു. അവർ ശരിയാണ്, 15 ദിവസം മുമ്പ് ഞാൻ പോയിരുന്നു. ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയാൾ എൻ്റെ കൂടെ ഉണ്ട്, ഷാഹുൽ ഹമീദ് ബാഖവി ഉണ്ട്. അപ്പോൾ അവരെന്നോട് കുറച്ചുകൂടി സന്തോഷിച്ചു. അങ്ങനെ ബസ്സില്ലാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. എന്നിട്ട് മുകളിലേക്ക് ഇല്ലല്ല, അന്ന് ഷെയ്ഖ് പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹം അവരെനിക്ക് പറഞ്ഞു തന്നു, മോനെ ഞങ്ങളുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞ് പേരൊക്കെ പറഞ്ഞു, ചരിത്രമൊക്കെ പറഞ്ഞു, വളരെ ലളിതമായി. അതിലെന്നെ സ്ട്രൈക്ക് ചെയ്തത്, വായിച്ച് പുസ്തകപ്പുഴുവായി 1984 പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടെയാണ് അൽഹംദുലില്ലാ. ആ റാങ്കിൻ്റെ മാർക്കും ഒക്കെ ഉയർന്ന മാർക്കായി. അതൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും ആരും പൊട്ടിച്ചിട്ടില്ല എന്നൊക്കെ അല്ലേ. അപ്പോഴേ അങ്ങനത്തെ ഒരാളോട് ഇവർ പറയുന്നത്, ഞങ്ങളുടെ ഷെയ്ഖ് അസ്ഹരി പണ്ഡിതനല്ല, ഒരു റോബോട്ട് എഞ്ചിനീയറാണ്, റോബോട്ടിക് സയ്യിദാണ്, ഹുസൈനി പരമ്പരയിലാണ്. അവർ പറഞ്ഞതും ചിലത് ഞാനിപ്പോൾ പറയുന്നുണ്ട് ഇത് മനസ്സിലാവാൻ വേണ്ടി. പിന്നെ എന്താ അദ്ദേഹത്തിൻ്റെ വിശേഷം? അസ്ഹറിലുള്ള ഉലമാക്കൾ പോലും മഹാൻ്റെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ബോധോദയ ജ്ഞാനമുള്ള ആളാണ്. ലദുന്നിയായ ഇൽമു കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. കാരണം കേരളത്തിലെ മഹാന്മാർക്ക് ഖിദ്മത്ത് ചെയ്യാനും. ഈജിപ്തിനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് തരീക്കത്തില്ല. ഇപ്പം ഈ സൈനബ് ഉണ്ടല്ലോ, അവിടെ അവിടുത്തെ ഉറൂസിനാന്ന് തോന്നുന്നത് എല്ലാ ത്വരീക്കത്തുകൾക്കും ഒരു ഖാൻഖാഹകളൊക്കെ ഞാൻ ഒരു എല്ലാം ഉണ്ട്. പക്ഷെ ഒക്കെ സൗഹാർദ്ദമാണ്, അതെ അതെ, പരസ്പര വിദ്വേഷം കുറവാണ്. അത് ഞാൻ അന്ന് നോട്ട് ചെയ്തതാണ്. അതെ, വിദ്വേഷം പ്രശ്നമൊന്നുമില്ല, കാരണം എല്ലാവരും ഇവിടെ ഖാൻഖാഹ ഉണ്ടല്ലോ. അപ്പം ഏതായാലും ഈ 2 പേര് എന്നോട് അത്യാവശ്യം ഒരു ചരിത്രം, എനിക്ക് ത്വരീഖത്ത് കിട്ടണം, ഒരു മാല പിടിക്കണം, എന്നിട്ട് ഞാനൊരു ത്വരീഖത്തുകാരനായി പ്രവർത്തിക്കണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് തെറ്റാണെങ്കിൽ തെറ്റ്, ഞാൻ അങ്ങനെയായിരുന്നു, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അതിനുവേണ്ടി അന്വേഷണം നടത്തിയിട്ടില്ല. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ റളിയല്ലാഹു അൻഹു ഒക്കെ എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരോടൊരു സലാത്തോ ദിക്റോ ഞാൻ വാങ്ങാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു കരുതൽ അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഇവർ പറഞ്ഞു ലദുന്നിയായ ഇൽമ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് സ്ട്രൈക്ക് ചെയ്തു, ഒന്ന് കുലുങ്ങി. അപ്പം നിങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്കൊക്കെ എന്ത് ചോദ്യവും ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നാളെ ഇശാ കഴിഞ്ഞ് വേണമെങ്കിൽ വന്നാൽ ഇവിടെയാണെന്നും പറഞ്ഞു. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് ടാക്സിയിൽ ഇവരുടെ കൂടെ പോയി. ടാക്സിക്ക് പകുതി പൈസ ഞാൻ കൊടുത്തു, പകുതി അവർ കൊടുത്തു. അവർ പിരിഞ്ഞു പോയി. ഷാഹുൽ ഹമീദ് ബാഖവിയോട് ഞാൻ പറഞ്ഞു, കക്കാടെ അവിടെയുള്ള ആ ത്വരീഖത്ത് ദസൂഖിയത്ത് ഞാൻ ഇതുവരെ അവിടെ ഒന്ന് കയറാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇതുവരെ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. എല്ലാവരെയും ഒന്നും നോട്ടീസ് അടിച്ച് ക്ഷണിക്കേണ്ട ഒരു സംഗതി അല്ലത്. ത്വരീഖത്ത് എന്നാൽ നിയോഗഭാഗ്യമുള്ളവർ അതിലെത്തിച്ചേരും. അപ്പം ഷാഹുൽ ഹമീദ് പറഞ്ഞു, നമുക്ക് നാളെ പോകാം. അങ്ങനെ ഞാനും അദ്ദേഹവും കൂടെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഷെയ്ഖ് അവിടെ എത്തിയിട്ടില്ല. അവിടെയുള്ള ആളുകളോടൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ സൗമ്യമായി ഞങ്ങളെ സ്വീകരിച്ചു, പക്ഷേ വല്ലാതെ ഒന്നും സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു, മോനെ നമ്മൾ 11 മണി വരെ ഒന്നും നിൽക്കാൻ പറ്റൂല, നമുക്ക് പോകാം. അപ്പോൾ പക്ഷേ അവിടുന്ന് ഒരു ഔറാദിൻ്റെ കിതാബ് എനിക്കവർ തന്നു. ഇത് സാധാരണ ആർക്കും കൊടുക്കാറില്ല അത്ര. പിന്നെ മാല ഉണ്ട്, അറിഞ്ഞു തസ്ബീഹ് മാല. ഞാൻ പറഞ്ഞു, ഒന്നേ നമുക്ക് വിടാറ്.
ഉണ്ടായതാണ്. നമുക്ക് വിടാം, കാരണം ഇവിടെ ഞാനിതാകും. ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിപ്പോന്നു, ഒരു അരമണിക്കൂർ മാത്രം ചിലവഴിച്ചു, ഇറങ്ങിപ്പോന്നു. ഞാൻ എൻ്റെ വഴിക്ക് പോയി. അന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ള പുസ്തകം എഴുതുന്ന സമയമാണ്. ഞാൻ ഇമാം ഷാഫിഈയുടെ മക്കാമ് പോയി നല്ല പോലെ എഴുതി. അവസാന സമയത്ത് ഞാൻ റൂമിലേക്കും പോയി. റൂമിൽ ചെന്നിരുന്ന് രാത്രി 2:30 മണിക്കാണ് ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം, അദ്ദേഹത്തെ ഇവിടത്തെ കൊണ്ടുപോയത് ഞാനാ. പക്ഷെ അദ്ദേഹം പിന്നെ വരുന്നത് ഒരു വല്ലാത്ത ആവേശത്തിലാണ്. കക്കാടെ ഞാൻ കണ്ടു അദ്ദേഹത്തെ. അദ്ദേഹം ആധുനിക വേഷം ധരിച്ച ആളാണ്, സംസാരം മുഴുവൻ ഖുർആനാണ്, ലതുന്യായ ഇൽമിൻ്റെ നേർക്കാഴ്ചയാണ്. വല്ലാതെ അങ്ങ് പറഞ്ഞു ഷാഹുൽ ഹമീദ് ശാന്തപുരം. ഞാൻ ചോദിച്ചു, നീ എന്താ കേട്ടത് ഇത്രയൊക്കെ പറയാൻ? അന്ന് 1 മണിക്കൂർ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു. ഇന്നതിൻ്റെ മനസ്സിലുണ്ട്, ഇപ്പോഴും അതെനിക്ക് പറയാനും പറ്റും. അതായത് ഈ ഇൽമ് ഇഹ്സാനികമായ ഭാവം, തസൗഫിയായ ഭാവം, അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് കിട്ടുമ്പോഴുള്ള ഒരു മധുരം. പിന്നെയാണ് ഞാൻ വീണ്ടും സ്വാഭാവികമായും ഇതൊക്കെ കേട്ടപ്പോൾ എന്തായാലും പോകണം. പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് എവിടുന്നാണ്? സയ്യിദുന ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൻ്റെ മുറ്റത്ത് പരിശുദ്ധ റമദാനിൻ്റെ ഒരു പരമ്പര ഉണ്ടാവും, പരിപാടികളോ. അത് ജാമിഉൽ അസ്ഹറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് അവിടുത്തെ ഔഖാഫിൻ്റെ മന്ത്രി അന്ന് ഡോക്ടർ മഹ്മൂദ് സഖ്സൂഖാണ് ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിമാണ് അധ്യക്ഷൻ. അപ്പോഴേ അവരൊക്കെ ഈ മെയിൻ സ്ട്രീമിൽ അംഗീകരിക്കപ്പെട്ടവരാണ്. ഞാൻ എല്ലാ ദിവസവും ആ പരിപാടിക്ക് പോകും, കാരണം ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് സൗജന്യമായിട്ട് അങ്ങോട്ട് വാഹനം ഉണ്ടാവും. ഞാൻ കുറച്ച് നേരം പ്രസംഗമൊക്കെ കേൾക്കും, ഞാൻ പിന്നെ പുസ്തകത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങും. ഖാനുൽ ഖലീലിലെ ആ പുസ്തക ഷോപ്പുകളോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹുസൈൻ മസ്ജിദിൻ്റെ ചുറ്റുമുള്ള പതിവിലധികം ഈ റമദാനിലെ 30 ദിവസത്തെ പ്രഭാഷണത്തിന് അവർ പ്രത്യേക ബുക്ക് ഫെയർ ഉണ്ടാവും. അതൊക്കെ ഞാൻ ഇരുന്ന് കാണും, തിരിച്ച് ബസ്സിൽ പോവുകയും ചെയ്യും. പിന്നെ ഷാഹുൽ ഹമീദ് ബാഖവിയാണ് എന്നോട് പറയുന്നത്, കക്കാടെ നാളെ ആ പന്തലിൽ ഷെയ്ഖ് മുഖ്താർ എന്ന മഹാനാണ് വരുന്നത്. റൊട്ടേഷനാണ്, ഓരോ ടീമിനും കൊടുക്കുക അവർ. എന്നാൽ പിന്നെ അദ്ദേഹത്തെ അവിടെ കാണാം. ഇതൊക്കെ നിയോഗപരമായ ഒരു വഴിയുടെ ജൈത്രയാത്രയായിരുന്നു മോനെ. അത് ഞാൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയും. ആദ്യം പുറത്തുനിന്ന് കേൾക്കുന്നു, പിന്നെ പോയി കണ്ടിട്ട് കാണാതെ വരുന്നു. എന്തുകൊണ്ട്? സയ്യിദുന ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് ഇമാമുൽ അഇമ്മ. ആത്മീയ ഭാഷയിൽ ഖുൽ യാ ഇമാമൻ ലിൽ അഇമ്മത്തി സയ്യിദൻ യാ മിൻഹത അസ്സഹറാഇ വന്നബവിയ്യത്തി. അപ്പം ഇമാം ഹുസൈൻ്റെ മഖാം ഷരീഫിൻ്റെ തൊട്ട ചാരിയിട്ടുള്ള സ്റ്റേജാണത്. അവിടെ ഞാൻ സദസ്സിലിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് നേരം ഷെയ്ഖ് മുഖ്താർ എന്ന നല്ല ആരോഗ്യമുള്ള നല്ല വേഷവും രൂപമുള്ള ആൾ വന്നിട്ട് 20 മിനിറ്റേ പ്രസംഗിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൽ ഓരോ അക്ഷരങ്ങളും എന്നോടായിരുന്നു. ആയിരങ്ങളുള്ള സദസ്സാണ്. ആ പ്രസംഗത്തിലെ ഓരോ വരികളും വരകളും ഇന്നും എനിക്കറിയാം. അപ്പം ഞാൻ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഒന്ന് കാണണം, ഒന്ന് കൈപിടിക്കണം. വല്ലാഹി എനിക്ക് കൈപിടിച്ച് കാണണം എന്നതിലപ്പുറം ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ സംഘാടകർ ഷാഹുൽ ഹമീദ് സാഹിബിനോട് പറഞ്ഞു, അത് ഇന്ന് പറ്റില്ല, ഇന്ന് വളരെ നാളെ അവിടെ തന്നെ വന്നാൽ മതി. അങ്ങനെയാണ് പിറ്റേന്ന് വീണ്ടും. ഇത് ഈജിപ്തിൽ എവിടെയാണ് ഈ ഓഫീസ് ഇപ്പോഴും ഉണ്ടത്? ഇമാം ഹുസൈൻ്റെ മക്കാമിൽ നിന്ന് നടക്കാനുള്ള ദൂരം ദറാസയിൽ. ഇപ്പോഴും കേന്ദ്ര ഓഫീസ് അവിടെ തന്നെയാണ്. കേന്ദ്ര ഓഫീസ് പറഞ്ഞാൽ അവിടെ എത്ര തെരീക്കത്തുണ്ടെങ്കിലും അവരെയൊക്കെ ഈശ്വരീയമാണ്, റബ്ബാനിയാന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതിലൊക്കെ പരമ്പരാഗതമായുള്ളതും രാഷ്ട്രീയപരമായി സ്വാധീനത്തിലൂടെ വന്നവരും ദിക്ർ ദുആകളും ചികിത്സകളും ഒക്കെ ആയുള്ളവരും ഒക്കെ ഉണ്ട്. എന്നാലും ഗവൺമെൻറ്റിന് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിക്കുന്നവരെ ഇതിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അവിടെ പള്ളികളിൽ ദിക്ർ ഹൽക്ക നടത്തണമെങ്കിൽ ഈ സഭയിൽ അംഗത്തുള്ളവരായിരിക്കും. മജ്ലിസു തുർഖ് സൂഫിയുൽ അഅല അതിന്നും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റുകളൊന്നും വല്ലാതെ അരങ്ങ് വാഴൂല. അപ്പോൾ ഈ അതന്നെ അതിൻ്റെയും കേന്ദ്രമാണ് ഇമാം ഹുസൈൻ്റെ കേന്ദ്രം. മറ്റത് ബ്രാഞ്ചാണ്. കാരണം സയ്യിദുന അൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളാണല്ലോ ആ സയ്യിദത്ത് സൈനബ് റളിയല്ലാഹു അൻഹ.
അപ്പോൾ സ്വാഭാവികമായും പിന്നെയും ഞാൻ ഷെയ്ഖിനെ കാണാൻ പോകേണ്ടി വന്നു. എൻ്റെ മനസ്സ് അതിലേക്ക് അല്ലാഹു തആല എത്തിച്ചു. വീണ്ടും ഞാനിത് പറയുമ്പോൾ ഞാനിത് പുറത്ത് പറയാറില്ല, പക്ഷെ ആരെയും നമ്മൾ പഴിച്ച് കുറ്റപ്പെടുത്തണ്ട. എനിക്ക് അല്ലാഹു തആല തന്ന ഒരു സൗഭാഗ്യമാണ്, അത്രയും ഞാൻ പറയും. ഞാൻ പിറ്റേ ദിവസം ഷെയ്ഖിനെ കാണാൻ സദസ്സിൽ ചെന്നു. അപ്പോൾ ഷാഹുൽ ഹമീദ് ബാഖവി ഒരു ചോദ്യം ഉന്നയിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി, ചോദ്യങ്ങൾ ഇഷ്ടമുള്ളത് ആർക്കും ചോദിക്കാം. അപ്പോൾ അവിടെ അസ്ഹറിലെ പണ്ഡിതന്മാരുണ്ട്, വലിയ വലിയ ഉയർന്നവരുണ്ട്, 400 പേരുണ്ടാവും അന്ന് ആ സദസ്സ് റമദാനില്ല. അപ്പം ഷെയ്ഖ് ആ ഒരു ചോദ്യത്തിന് ഷാഹുൽ ഹമീദിന് 45 മിനിറ്റ് മറുപടി കൊടുത്തു. ബദരീങ്ങളുമായി ബന്ധപ്പെട്ടതും തവസ്സുലും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ചോദ്യം. അന്ന് ഷെയ്ഖ് ആ പറഞ്ഞത് ഇന്നെൻ്റെ കയ്യിലുണ്ട്, ഞാൻ കിനാവ് കണ്ടതല്ലല്ലോ. പ്രമാണങ്ങളോട് പ്രതിബദ്ധതയുള്ള നിഷ്പക്ഷമതിയായ ഒരാൾ അതാണ് കേട്ടാൽ അതാണ് കറക്റ്റ് എന്ന് പറയൂ. തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ വമ്പിച്ച വാശിയും വക്കാണമുള്ള സമയം. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യവും, ഈ ബദരീങ്ങളെ പറ്റിയുള്ള പ്രസംഗം സ്വലാത്ത് നഗറിൽ ഓരോ വർഷവും ഓരോ പ്രസംഗം ഞാൻ ചെയ്യും. അതിന് 2 മണിക്കൂർ കാസറ്റാണ്. അപ്പം ഞാൻ പുതിയത് അന്വേഷിക്കും, കാരണം പറയാൻ പുതിയത് വേണമല്ലോ, പറയാൻ പുതിയത് വേണം. ഇങ്ങനെ പ്രസംഗിച്ച ഞാൻ ഷെയ്ഖ് മുഖ്താർ എന്ന ആ മഹാനുഭാവൻ വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല, എന്നെ ഞെട്ടിച്ചത് എവിടെയാണെന്നറിയോ? വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ, ബദർ പ്രദേശത്ത്, ബദർ യുദ്ധം നടന്ന ആ മേഖലയിൽ അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. വഅൻതും അദില്ല, നിങ്ങൾ സമൂഹത്തിൽ നികൃഷ്ടരായി ഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഇത് നമ്മൾ എത്രയോ പഠിച്ചതാണ്. ബദർ എന്ന ആ ഭൂമിക്ക് അങ്ങനെ പേര് വരാനുള്ള കാരണം മൊയ്ൻകുട്ടി വൈദ്യരൊക്കെ പറയുന്നുണ്ട് ഭംഗിയായിട്ട്. പക്ഷേ ഷെയ്ഖ് മുഖ്താർ തങ്ങൾ പറഞ്ഞു, ചരിത്രപരമായി അങ്ങനെ ഒരു വ്യാഖ്യാനം അത് ശരിയാണ്, എന്നാൽ മറ്റൊരർത്ഥവും കൂടി വയ്ക്കാം. വലഖദ് നസറക്കുമുല്ലാഹ്, മനുഷ്യവംശമേ നിങ്ങളെ അല്ലാഹു സഹായിച്ചിരിക്കുന്നു. ബിബദ്രിൻ, ബദറായ റസൂലുള്ളാഹിയെ കൊണ്ട്. റസൂലുള്ളാഹിയുടെ ഓമന പേരാണ് ബദർ. തലഅൽ ബദറു അലൈന അൻത ശംസുൻ അൻത ബദറുൻ. അപ്പൊ ബദറിനെ കൊണ്ട്, അപ്പൊ ബി ബദരിൻ എന്നാണ്, ഫീ ബദരിൻ എന്നൊന്നും അല്ലല്ലോ. അപ്പൊ ബദറായ റസൂലുള്ളാഹി നിയോഗിതനായതുകൊണ്ടാണ് നിങ്ങളെ അള്ളാഹു സഹായിച്ചത്. അവിടെയും സഹായം ആരുടേതല്ല? റസൂലുള്ളാഹിയുടേതല്ല. വലഖദ് നസറക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. ബിബദിരിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻതും അദില്ല, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടിരുന്ന ഏതൊരു സമൂഹവും ഇസ്സത്തായി മാറുന്നത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഇത് ഞാൻ അക്കാലത്ത് 98 കേരളത്തിൽ വന്നപ്പോൾ, ഇവിടെ കേരളത്തിലെ ചില ഉസ്താദുമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ഈ വ്യാഖ്യാനം പറയണമെങ്കിൽ ഇത് വേറെ ഏതോ കിതാബിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഇങ്ങനെ തന്നെയാണ് വ്യാഖ്യാനം എന്ന് പറയരുത്. ബിബദ്രിൻ എന്ന് പറഞ്ഞാൽ ബദർ എന്ന പ്രദേശത്ത് വെച്ച് അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു എന്ന ബദർ യുദ്ധത്തിൻ്റെ ചരിത്രാവതരണമാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആയത്തുകൾ മുഴുവൻ ഈ പരിപ്രേക്ഷ്യത്തിലൂടെ പോകുമ്പോഴാണ് വേദാന്തപരമായ ഒരു പൊരുൾ വരിക. ആ പ്രസംഗം എന്നെ കീഴടക്കി. എന്നാൽ ഇനിയും ഞാൻ പറയുന്നു, റൂമി നിഷ്പക്ഷമായി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരില്ലല്ലോ. ഞാൻ അന്ന് സുദീർഘമായി പ്രസംഗം കേട്ടെങ്കിലും അന്നും ഷെയ്ഖ് കൈ തരാതെ സ്ഥലം വിട്ടു. പിന്നെ ഞാൻ നേരത്തെ ആദ്യം റോഡിൽ നിന്ന് പരിചയപ്പെട്ട 2 സ്നേഹിതന്മാർ എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചു. അവിടെ വെച്ച് ഷെയ്ഖുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ചരിത്രങ്ങളും കേട്ടു. അന്നത്തെ ദിവസം എന്നോട് ഒരു മാലയും കുറച്ച് ദിക്റും ഉണ്ട്, അങ്ങനെ സൂഫികളുടെ മാർഗത്തിൽ സേവനം ചെയ്ത് അങ്ങനെ പൊയ്ക്കോ, 1 കോടി രൂപ മാസത്തിൽ ശമ്പളവും ഒരു കൊട്ടാരവും തന്നാലും ഞാൻ സ്നേഹത്തോടെ പറയും. ആ ഒരു മാനസിക ഭാവമില്ല, അല്ലാതെ വിയോജിപ്പുള്ളത് കൊണ്ടല്ല. കാരണം അതിൻ്റെ മുമ്പ് തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെപ്പറ്റി ഞാൻ വല്ലാതെ പ്രസംഗിക്കും. ഖാദിരിയ ത്വരീഖത്തുള്ള മഹാന്മാർ പറയും, കക്കാടിൻ്റെ പ്രസംഗത്തിൽ പൊരുളുണ്ടാകും പൊയ്ക്കോളി കേൾക്കാൻ. അവരോടൊക്കെ മഹബത്തേ ഉള്ളൂ. കോഴിക്കോട് ദഅവത്ത് മീറ്റ് മർക്കസ് കോംപ്ലക്സിലെ പള്ളിയിൽ സൂഫി ഗുരുക്കന്മാരെന്ന പരമ്പരയിലാണ് മാസങ്ങളോളം ദർസ് നടത്തിയത്.
അപ്പം വിയോജിപ്പ് നയപരമായില്ല, പക്ഷെ പ്രയോഗത്തിൽ ഞാൻ പ്രസംഗകനാണ്, വാഗ്മിയാണ്, ഹജ്ജുണ്ട്, എഴുത്തുണ്ട്, പേജും ഉണ്ട്, സ്റ്റേജും ഉണ്ട്, അത്യാവശ്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ബോധമുണ്ട്. അത്യാവശ്യം എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇപ്പോഴൊക്കെ ഈ അത്യാവശ്യ ബോധമുള്ളവരാണ് നേതാക്കൾ. ശരിക്കും അറിഞ്ഞവരൊക്കെ അവഗണിക്കപ്പെടുകയാണ്, അവർ പുറകോട്ട് പോവുകയാണ്. സങ്കടമാണ്. തവസ്സുൽ ഇസ്തിഗാസയൊക്കെ സ്ഥാപിക്കുക എന്നതാണ് സമസ്തയുടെ അടിസ്ഥാന നയം. പക്ഷേ ഇന്ന് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പലരും ഇസ്തിഗാസയിൽ സംശയമാണ്. തവസ്സുലും തന്നെ ഒഴിവാക്കിക്കൂടെ? മറിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഇത് രണ്ടും ന്യായമാണെന്ന് തെളിയിക്കാൻ ഇന്ന് എനിക്ക് കഴിയും. അതിന് പോലില്ല എന്ന് മാത്രം. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ കേരളത്തിലെ ബാക്കവികളായ പണ്ഡിതന്മാർക്ക് ഒരു പണ്ഡിത ക്ലാസ് ഉണ്ടായിരുന്നു. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിലൊക്കെ സുന്നി ശബ്ദമായി രംഗത്ത് വന്ന UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, അദ്ദേഹമായിരുന്നു അതിൻ്റെ സംഘാടകൻ. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ തവസ്സുൽ ഇസ്തിഗാസയെക്കുറിച്ച് എന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ പ്രസംഗിച്ചു. തവസ്സുൽ ഇസ്തിഗാസ UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ തൗഹീദ് അവതരിപ്പിക്കാൻ മർഹൂം EK ഹസൻ മുസ്ലിയാർ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയ ആളാണ്. അവരൊക്കെ മുന്നിലിരുന്ന് 1.5 മണിക്കൂർ തവസ്സുൽ ഇസ്തിഗാസ കഴിഞ്ഞു. കക്കാടിൻ്റെ അവതരണം. ഇത് ഞാൻ എൻ്റെ മഹിമയായിട്ട് പറയല്ല, പരിശുദ്ധ ഇസ്ലാം പ്രമാണങ്ങളിലുള്ളതാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. പ്രസംഗം കഴിഞ്ഞപ്പം UK എന്നോട് ചോദിച്ചു, കക്കാട് എന്താ ചെയ്തത്? ഒരു ഇമാമിൻ്റെ പേര് ഒരു കിതാബിൻ്റെ പേര് പറയില്ല, എന്നിട്ടും തവസ്സുൽ ഇസ്തിഗാസ ഭംഗിയായി അവതരിപ്പിച്ചല്ലോ, ഇതെങ്ങനെ കഴിഞ്ഞു? എൻ്റെ ഗുരുനാഥൻ എന്ന് നിങ്ങളിടക്ക് പറയുന്നുണ്ടല്ലോ, ഇതാണ് നീയും ചോദിച്ചത്. ആ ഗുരുനാഥനാണ് എന്നെ ഈ പരുവത്തിലേക്ക് എത്തിച്ചത്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. അദ്ദേഹത്തെ കണ്ടു, ചുരുക്കത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു. അപ്പോഴും ത്വരീഖത്ത് അനുവർത്തിക്കാനുള്ള ഒരാലോചനയില്ല. എന്നാൽ ഗുരുവിൻ്റെ അടുത്തുനിന്ന് പോന്നു, ദിക്ർ എന്താണെന്നൊക്കെ അറിഞ്ഞു, ഒരു മാലയൊക്കെ അതും കിട്ടി, കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല. വല്ലാഹി, ഇവിടെ ഞാൻ വല്ലാഹി പറയുന്നത് എന്തിനാണ്? ഇതൊന്നും ഒരു ആസൂത്രണം നമ്മുടേതല്ല. പിറ്റേ ദിവസം സുബഹിക്ക് 1998 ജനുവരി 14 സുബഹി നമസ്കരിച്ചപ്പോഴും എനിക്ക് തോന്നി സുബഹിയുടെ ശേഷമുള്ളത് ഷെയ്ഖ് പറഞ്ഞു തന്നത് ചൊല്ലിക്കൂടെ. അതാണ് എൻ്റെ വഴിത്തിരിവ്. അതിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരങ്ങളിൽ നിന്ന് മാറി ഒരു അക്കാദമിക് കഥാപാത്രത്തിൽ നിന്ന് മാറി അറേബ്യയിലെ ഒരാളായി എന്നുള്ളത് മാറി വഅലമൂ അന്ന ഫീക്കും റസൂലല്ലാഹ്. ഖുർആനാണ്. അതിൻ്റെ അർത്ഥം ഷെയ്ഖ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം, വഅലമൂ, നിങ്ങൾ തിരിച്ചറിയണം, അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളിൽ റസൂലുള്ളാഹി ഉണ്ട്. നിങ്ങളുടെ കൂടെ എന്നല്ല, നിങ്ങളുടെ രാജ്യത്ത് എന്നല്ല, നിങ്ങളിൽ റസൂലുള്ളാഹി എന്ന ആ നൂറാനിയത്ത്, ആ ആധ്യാത്മികത, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൃദയബന്ധമുള്ളവരിലൊക്കെ ഉണ്ട്. ഇത് ഉണ്ട് എന്ന തിരിച്ചറിവാണ് പലർക്കും ഇല്ലാത്തത്. അതിനെയാണ് മശായിഖന്മാർ ഉയർത്തി അഗ്നിയായി അന്ന് മുതൽ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആസ്വദിക്കാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി. വലില്ലാഹിൽ ഹംദ്. അത് ഇന്നും തുടരുന്നു. മരണനിമിഷം വരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹത്തോടെ സന്ധിക്കുന്നത് വരെയും ഈ മാർഗത്തിലും ഈ വഴിയിലും ആകണമെന്ന് അള്ളാഹുവിനോട് ആശിക്കുന്നു. അപ്പം ത്വരീഖത്തിൽ ചേർന്നു. ശരിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രസംഗങ്ങളൊക്കെ നിന്നല്ലോ. ഇതെൻ്റെ ചോദ്യം. അതെ നമ്മൾ വിഷയത്തിൽ എങ്ങനെ വരാം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകണം. ഈ പ്രസംഗങ്ങൾ വലിയ തോതിൽ, ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ, പിന്നെ ഇപ്പം ഉമ്മാക്ക് കക്കാടിനെ അറിയില്ല. കാരണം അതേ ഉമ്മ തന്നെയാണല്ലോ ഇപ്പോഴും. ഇപ്പോൾ ഉമ്മ മറ്റേ ഇപ്പോഴത്തെ ഉമ്മാരുടെ പഴയ കക്കാടിനെ കേട്ടീന് ഉമ്മ ഇപ്പോൾ യൂട്യൂബിൽ കുറേ മൂല്യന്മാരുണ്ടല്ലോ, ഓലെ കേട്ടാണ് ഇപ്പോൾ ദിക്റല്ലേ ഒരു കാലം വരുത്തിയ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ശരിക്കും പ്രസംഗങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? യൂട്യൂബിൽ പ്രസംഗിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ഭാഗ്യവാന്മാരാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ നയബോധത്തോടെ നീങ്ങുന്ന എല്ലാവരും എന്നെക്കാളും മുന്തിയവരാണ്. അതാദ്യം പറയണം, ഞാൻ അവരെ ചെറുതാക്കൂല. പക്ഷെ എനിക്ക് എൻ്റെ ഗുരുമാർഗത്തിലൂടെ ഉയർന്ന് ലഭിച്ചപ്പോഴുണ്ടായ ആസ്വാദനം അത് ഒരിക്കലും ഉയർച്ചയുടെ വഴിയേ എനിക്ക് അല്ലാഹു തന്നിട്ടുള്ളൂ. ആത്മീയമായാവട്ടെ, സ്നേഹപരമായിട്ടാവട്ടെ.
ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു വാക്ക് ഞാൻ തമാശ പറയാം, അടിച്ചാലേ ഫിറ്റാകൂ. അതാണല്ലേ. ഓക്കെ, അപ്പോൾ അടിച്ചാലേ ഫിറ്റാകൂ എന്ന് പറഞ്ഞാൽ ഇതൊരു തയ്യൽക്കാരന്റെ പരസ്യ. അതേ സമയത്ത് ആത്മീയമായി അറഫ്, ആസ്വദിച്ചവൻ, കുടിച്ചവൻ, അനുഭവിച്ചു, അവനെ തിരിച്ചറിയൂ. അപ്പം അത് എല്ലാവർക്കും ഉള്ളതല്ലായിരിക്കാം. വലൈസത്തി തരീഖത്തു ലിക്കുല്ലിന്നാസ്. ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഈ പണ്ട് കക്കാടിനെ ഞാൻ ഓർക്കുന്ന 2003 2002 ഓർമ്മയില്ല, ഈ ബാദാദ് ഇറാഖ് യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സദ്ദാമിനെ കുറിച്ചൊക്കെ ഉള്ളൊരു പ്രസംഗം, അത് CD ഒക്കെ വലിയ ആവേശം, 3-ാം ലോക മഹായുദ്ധം വരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ ഇപ്പം അവിടെ നിന്നാണോ ശരിക്ക് ഈ വഴിത്തിരിവ് ഉണ്ടാകുന്നത്? ഒരിക്കലും അല്ല, പക്ഷെ അതെൻ്റെ ജീവിതത്തിലൊരു തിരിച്ചറിവാണ്. എന്തായിരുന്നു ആ സംഭവം? അത് ഈജിപ്തിൽ തന്നെയുള്ള ഒരു സലഫി പണ്ഡിതനുണ്ട്, ജമാലുദ്ദീൻ എന്ന പേര്. അദ്ദേഹത്തിൻ്റെ ലോകാവസാനവുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളും ഞാൻ ഈ ഓട്ടത്തിൽ വായിച്ചിട്ടുണ്ട്. അത് നല്ല പ്രമാണ നിബദ്ധമാണ്, ആദ്യ പുസ്തകങ്ങളൊക്കെ. പിന്നെ ഒരിക്കൽ ഞാൻ ജിദ്ദയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു വലിയ പണ്ഡിതനാണ് ഹർമജ്ദൂൻ എന്ന ആ സലഫി പണ്ഡിതൻ്റെ പുസ്തകം. ഹർമജ്ദൂൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ലോകാവസാന യുദ്ധം ഹർമജ്ദൂൻ. അത് ഇസ്ലാമിലുണ്ടോ? അല്ല, ഹർമജ്ദൂൻ എന്ന പ്രയോഗമല്ല, അത് വേദങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പം ഞാൻ ആ പുസ്തകം ചൂടപ്പം പോലെ വായിക്കപ്പെടുന്നുണ്ട് അറബ് ലോകത്ത്. അന്നും അതിൻ്റെ പിറ്റേന്നും തന്നെ അതങ്ങ് വെച്ച് പ്രസംഗിച്ചു. ഒരു വലിയ 4 പ്രസംഗം അത് വെച്ച് പ്രസംഗിച്ചു. ഒരു പുസ്തകം ഇറങ്ങി, അല്ല കാസറ്റും ഇറങ്ങി. അതെ, ഇല്ലല്ല, അതിനെ തുടർന്നുള്ള പ്രസംഗം ചൂടപ്പം പോലെ വിറ്റു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിരിക്കും ഞാൻ ആ വിഷയം തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്ന് കുവൈത്ത് യുദ്ധവും മറ്റുമൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഈ എൻജിനീയർ അവലംബിച്ചു കാണിച്ച ചില പുസ്തകങ്ങൾ ശരിയായിരുന്നില്ല. അത് റെഫറൻസ് ഒന്നുകിൽ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അബദ്ധം വന്നു. ഇതെന്ന് തിരിച്ചറിഞ്ഞോ, ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ മെയിൻ സ്ട്രീം പോയി. അതിൻ്റെ ഇത് പോയി ഉടനെ തന്നെ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു വിപുലമായ പ്രഭാഷണം നടത്തി. മാലോകരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അവലംബിച്ച പുസ്തകക്കാരൻ തെറ്റിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും അബദ്ധം വന്നിരിക്കുന്നു, പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം. തിരിച്ചു പറയാനും എനിക്ക് ഭാഗ്യമുണ്ടായി. എന്തെങ്കിലും ആളുകൾ പ്രശ്നം എന്താ ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടായതല്ല, പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ യുദ്ധവും സദ്ദാം ഹുസൈനും ഒക്കെ ആയി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അന്ന് എനിക്ക് മനസ്സിലായി, ഒരു പുസ്തകത്തെ നാം ഡിപ്പെൻഡ് ചെയ്താൽ അദ്ദേഹത്തിന് അബദ്ധം വന്നാൽ അത് നമുക്കും ബാധിക്കും. അത് ബോധ്യമായി. മറിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും അവലംബിക്കുന്ന ഒരു മുറബിയായ ഗുരുവിനെയാണ് അവലംബിക്കുന്നതെങ്കിലോ നമുക്ക് ആ ഒരു അബദ്ധം വരില്ല. ആ ഒരു ബോധത്തിലേക്ക് എന്നെ തിരിച്ചറിവിലേക്ക് ഉയർത്തി. പക്ഷേ മലയാളത്തിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുസ്തകം ഇമാം മഹ്ദിയെക്കുറിച്ച്, ഇമാം മഹ്ദിയുടെ ആഗമം ആ സമയത്ത് പഠിച്ചെഴുതി. ഇതിനെ തുടർന്ന് പിന്നെ ഈ പ്രസംഗത്തിലെ അബദ്ധങ്ങളൊക്കെ ഈ പുസ്തകത്തിലൂടെ ഞാൻ തിരുത്തിയെങ്കിലും ഇമാം മഹ്ദിയുടെ ആഗമം എന്ന വിഷയത്തിൽ ഒരു വലിയ റെഫറൻസാണ് ഇന്നും നിലവിലുള്ള. ഇന്നും പക്ഷെ അത് ഇപ്പം ഓൾഡാണ്. എന്നാലും അതിന് ധിഷണാശാലിയും പണ്ഡിതനുമായ കോടമ്പുഴ ബാവ മുസ്ലിയാർ, അദ്ദേഹം ഇരുത്തം വന്നൊരു പണ്ഡിതനാണ്. അദ്ദേഹം തീർത്ത് വായിച്ച് അദ്ദേഹമാണ് അവതാരിക എഴുതി തന്നത്. അത് എൻ്റെ ഗുരുനാഥനെ എനിക്ക് കിട്ടിയതിൻ്റെ ശേഷം ആ അബദ്ധം ഒരു തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരു വെളിച്ചമായിരുന്നു അത്. പിന്നെ അപ്പോൾ ഈ ത്വരീഖത്ത് കിട്ടിയതിന് ശേഷം ഇവിടെ പ്രസംഗം തുടർന്നതാണല്ലോ. ഇവിടെ വന്നു ഞാൻ ആദ്യമായി ഷെയ്ഖിനെ കിട്ടിയതും ഷെയ്ഖിൻ്റെ രൂപഭാവങ്ങളും ആദ്യമായി അവതരിപ്പിക്കുന്നത് അവേലത്ത് കുഞ്ഞിസീദി കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു. പിന്നീട് അവേലത്തെ തങ്ങളാണ് AP ഉസ്താദിനോട് പറയുന്നത്. AP ഉസ്താദ് അഭിമാനത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഉസ്താദ് കരുതുന്നത് കക്കാടിനെ പോലത്തെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദിക്റും ദുആവും ഒക്കെ ഉള്ള ഒരു ഷെയ്ഖിനെ കിട്ടിയാൽ, ഞാൻ ഷെയ്ഖിൻ്റെ എല്ലാം പറഞ്ഞു, ഫോട്ടോ കാട്ടിക്കൊടുത്തു, മാല കാട്ടിക്കൊടുത്തു, ദിക്റിൻ്റെ കിതാബ് കാട്ടിക്കൊടുത്തു. ഞങ്ങൾ പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എൻ്റെതും AP ഉസ്താദിൻ്റെതും 6 മാസം കഴിഞ്ഞു. ജൂലൈ മാസമായി. ഇത് ശ്രദ്ധിക്കണം. ആദ്യം പോയപ്പോൾ മർക്കസിൽ നിന്ന് പറഞ്ഞയച്ചപ്പോഴാണ് ഷെയ്ഖിനെ കിട്ടിയത്. അതിന് മർക്കസും ഉസ്താദും ഉത്തരവാദികളല്ല, അത് അയാൾ പിഴച്ചുപോയി എന്ന് പറയാം. പക്ഷെ പിന്നെ 6 മാസം കഴിഞ്ഞ് ജൂലൈയിലെത്തിയപ്പോൾ AP ഉസ്താദ് സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു, കക്കാടെ ഞാൻ ദുബൈ പോവാം, നിങ്ങൾ നേരെ മക്കയിലേക്ക് പോയിക്കോ.
മക്കയിലെ ഹാജിമാരുടെ ബിൽഡിംഗ് ഒക്കെ മദീനയിലും കണ്ടെത്ത്. അപ്പോഴേക്ക് ഞാൻ വരാറ് ജൂലൈയിൽ. ഞാൻ പറഞ്ഞു ഉസ്താദിനോട്, എനിക്ക് മക്കയിൽ റൂം എടുക്കുന്നതിനേക്കാളും മദീനയിൽ റൂം എടുക്കുന്നതിനേക്കാളും അത്യാവശ്യം മിസ്റിൽ എൻ്റെ ഷെയ്ഖിനെ എനിക്കൊന്നുകൂടി കാണണം എന്ന്. അപ്പോൾ AP ഉസ്താദിന് നന്നായി ബോധ്യപ്പെട്ടു. കക്കാട് എത്തിയതും കണ്ടെത്തിയതും കൊണ്ട് നടക്കുന്നതും AP ഉസ്താദാണ്. ഫുൾ ടിക്കറ്റും ഫുൾ വിസയും പോകാനുള്ള അനുവാദവും രണ്ടാമതും തരുന്നത്. ഇത് അദ്ദേഹം ഭൂമിയിലുള്ള സമയത്ത് തന്നെ എനിക്ക് പറയാനാണ് ഇഷ്ടം, അതുകൊണ്ട് മാത്രമാണ് അത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് കക്കാട് ഷെയ്ഖിനോട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അപ്പോഴ് ഷെയ്ഖിൻ്റെ താടിയോ ഷെയ്ഖിൻ്റെ രൂപമോ ഒന്നും വിമർശന വിധേയമാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുക. കക്കാട് ജാഗ്രത പുലർത്തണം എന്നല്ലേ പറയാ. 6 കൊല്ലം 98 മുതൽ 2004 വരെ ഞാൻ മർക്കസിലുണ്ട്, ഒരു കുഴപ്പമില്ല, ഹജ്ജുണ്ട്, പ്രസംഗമുണ്ട്. പക്ഷെ ഞാൻ ഷെയ്ഖിനെ പോയി 15 ദിവസം പോയി കണ്ടു. അന്ന് ഷെയ്ഖ് എനിക്ക് കുറച്ചുകൂടി പ്രവർത്തന രംഗത്തുള്ള മാർഗം തന്നു. അതായത് ഒച്ചപ്പാടും ബഹളവും ഒന്നും വേണ്ട, പ്രസംഗത്തിൽ ഒരിക്കൽ പോലും തരീഖത്തിനെ പറ്റിയും ഷെയ്ഖിനെ പറ്റിയും പറഞ്ഞ് ആളെ കൂട്ടരുത്. അത് 25 വർഷമായി ഇന്നും തുടരുന്ന നയാണ്. ഇപ്പോൾ പോലും റൂമി എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി തരില്ല. കാരണം അതിനുള്ളതല്ല ഇത്. ഇതിൻ്റെ വഴിക്ക് പോകണം. ഇത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി തരീഖത്ത് കിട്ടിയവർ മാത്രമേ സ്വർഗത്ത് കടക്കൂ എന്ന് പറഞ്ഞ് ആക്ഷേപത്തിൻ്റെ ശൈലികൾ സ്വീകരിച്ച് ഇതൊന്നുമില്ല. ഇതൊന്നും അള്ളാഹുവിൻ്റെ ദീനിലുള്ളതല്ല. എന്നിട്ട് മർക്കസിലെ പിന്നെ ഞാൻ 6 കൊല്ലം സജീവമായി എൻ്റെ ഷെയ്ഖിലും നിന്നു, എൻ്റെ ത്വരീഖത്തിലും നിന്നു. സംഘടനാ രംഗത്ത് എനിക്കാവുന്ന അക്കാലഘട്ടത്തിലാണ് 2004ലും 2007ലുമാണ് ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ 2ാം വാള്യോ 1ാം വാള്യോ ഇറങ്ങുന്നത്. കാരണം അന്ന് ത്വരീഖത്തുപരമായ സേവനങ്ങളിൽ അത്ര അങ്ങ് സജീവമായില്ല. 2004 സജീവമാകാനുള്ള ഒരു തിടുക്കം മനസ്സിൽ വന്നു. അപ്പോഴേക്ക് ആളുകളൊക്കെ കുറച്ച് മനസ്സിലാക്കി വന്നു. മോഴിക്കൽ സ്ഥലമെടുത്തു, മദീനത്തുൽ കിറാം എന്ന പേരിൽ മിസ്റിൽ അതേ പേര് വെച്ചു. ബസ്സിലൊക്കെ ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സംഘടനയിലെ ചില പണ്ഡിതന്മാർ വിയോജിപ്പുകൾ AP ഉസ്താദിനോട് പറഞ്ഞു. AP ഉസ്താദ് എന്നെ വിളിപ്പിച്ചു. AP ഉസ്താദ് ഒരു പണ്ഡിതൻ്റെ പേര് പറഞ്ഞിട്ട് കക്കാട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തതൊക്കെ തെറ്റിപ്പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഞാൻ അദ്ദേഹത്തോട് ഇത് സംബന്ധമായി മിണ്ടിയിട്ട് പോലുമില്ല, അദ്ദേഹം എന്നോടും മിണ്ടിയിട്ടില്ല. അപ്പോഴാണ് എന്നെ വിളിച്ച് വിചാരണ ചെയ്യുന്നത് AP ഉസ്താദ് നല്ല സ്നേഹത്തോടെ. അപ്പം എന്നോട് ചോദിച്ചു, കക്കാട് ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഈ ഷെയ്ഖിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടെത്തി സ്വീകരിച്ച ഒരു ഷെയ്ഖിനെ അദ്ദേഹത്തെ കാണാത്ത അറിയാത്ത ഒരാളോട് ഞാൻ സാക്ഷ്യം ചോദിക്കൂല. അല്ല കക്കാടൊന്ന് അവിടെ പോയിട്ട് തങ്ങളോടൊന്ന് വർത്തമാനം പറഞ്ഞാൽ അത് AP ഉസ്താദിന് എന്നോടുള്ള വ്യക്തിപരമായ ഗുണകാംക്ഷയാണ്. തങ്ങൾ ഹയാത്തുള്ള സമയത്ത് അവസാനം AP ഉസ്താദ് തന്നെ ടെലിഫോൺ ചെയ്ത് എനിക്ക് പോകാനുള്ള കളമൊരുക്കി തന്നു. ഇത് അറിയണം, എൻ്റെ മനസ്സെന്നാണ് പറയണത്. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ്, ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ, അന്ന് എൻ്റെ കൂടെ എല്ലാ അർത്ഥത്തിലും ഉള്ള ആൾ. ഇന്നും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ എൻ്റെ തരീഖത്തിൻ്റെ വഴിയിലില്ല. ഉള്ളത് പറയണമല്ലോ. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളെ കാണാൻ പോയി. അദ്ദേഹം വല്ലാതെ സ്വീകരിച്ചൊരു വെള്ളിയാഴ്ചയാണ്. നല്ല ഇറച്ചിയും ചോറും ഒക്കെ തന്ന് എൻ്റെ ഔറാദ്, എൻ്റെ മാല, എൻ്റെ ഷെയ്ഖ്, എൻ്റെ ഷെയ്ഖിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞ വാക്ക്, കക്കാടെ, ഞാൻ ഖാദിരിയ്യത്ത് സ്വീകരിച്ചത് ബഗ്ദാദിൽ നിന്നാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയിൽ നിന്നാണ്. നിങ്ങൾ ദസൂഖിയ്യത്ത് സ്വീകരിച്ചത് മിസ്റിൽ നിന്നാണ്. അല്ല, തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഷെയ്ഖിന് താടിയും തലപ്പാവും ഒന്നും ഇല്ലല്ലോ? തങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് ഇന്നും ഹയാത്തുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, തങ്ങൾ ചോദ്യം ഒന്നുകൂടി. തങ്ങൾ പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ നിന്ന് ഖാദിരിയത്ത്, ഞാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന ദിഷണാശാലിയായ മഹാനുണ്ടായിരുന്നു ആ തരീഖത്ത് സ്വീകരിക്കാൻ, MA ഉസ്താദ്. അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് സുന്നി വോയിസിൽ, കണ്ടതും സ്വീകരിച്ചതും. എന്നിട്ട് ഉള്ളാൾ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിച്ച ആ ഷെയ്ഖിന് താടിയും തലപ്പാവും ഒന്നുമില്ല, കഴുത്തിൽ ഒരു അപ്പം ടൈ എന്നുള്ളത് തങ്ങൾക്ക് ഞാൻ തിരുത്തി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഷെയ്ഖും അങ്ങനെയാണ് വേഷം,
എന്നിട്ട് പറഞ്ഞു അവിടെയൊക്കെ അങ്ങനെയാണ് സുന്നികളുടെയും സൂഫികളുടെയും വേഷം. അപ്പം അതിലൊന്നും ബഹളം ആവശ്യമില്ല, ആക്ഷേപവും ശരിയല്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എ പി ഉസ്താദിനോട് പറഞ്ഞു, നടപടി വല്ലതും എടുക്കുകയാണെങ്കിൽ എനിക്ക് മാത്രം മതിയാവില്ല എന്ന് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം അവരും ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അവർ കൊണ്ടടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അത് ഭാഗ്യവും യോഗവുമാണ്. അങ്ങനെയാണ് പിന്നെ കുറച്ച് ചിന്തകളും ചർച്ചകളും വന്നു. പിന്നെ സംഘടനകളെ കൊണ്ടുള്ള ചില ഹൈറുണ്ട്, അത് സംഘടനകൾക്കേ കഴിയൂ, അത് തുടരണം. അതിന് തടസ്സമാകുന്ന ചില നീക്കങ്ങളെയൊക്കെ മര്യാദപൂർവമാണ് നിരാകരിക്കുന്നതെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യും. കാരണം ഇപ്പോൾ ഈ കണ്ട സ്ഥാപനങ്ങളും ഈ കണ്ട രീതികളും ഒക്കെ നടക്കണ്ടേ. അതിനിപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 2 മുഖങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടേതായാലും എ പി ഉസ്താദിൻ്റെതായാലും അത് സജീവമായി തുടരണം. അതൊരു വലിയ ബ്ലോക്കാണ്, അത് വലിയ ഒരു സംരക്ഷണ കവചാണ് സാധാരണക്കാർക്ക്. അല്ലെങ്കിൽ ഈ ഒഴുകിപ്പോവും എവിടേക്കെങ്കിലും. എന്നാൽ അതിൽ നിന്ന് ആത്മീയമായി കുറച്ചുകൂടി ഉയർന്ന മശായിഖന്മാർ മുഖേന കാവലും സംരക്ഷണവും അള്ളാഹു കൊടുത്താലോ അത് കുറച്ചുകൂടി ഉയർന്ന കാവലാണ്. ആ വഴിയിൽ അള്ളാഹു താല എനിക്ക് സംരക്ഷണം തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഇതിലേക്ക് വരാത്തവരോടൊരു വെറുപ്പുണ്ടായിട്ട് കാര്യമില്ല. ഇത് നിയോഗഭാഗ്യാണ്. എന്നെ ആ കാലത്ത് ഈ ഒരു സംഘടനാപരമായ ചെറിയ ബഹളമൊക്കെ ഉണ്ടായ സമയത്ത് എതിർത്തവർ, കുറ്റപ്പെടുത്തിയവർ, എൻ്റെ ഷെയ്ഖിന് താടിയില്ല എന്ന് പറഞ്ഞ് എന്നോട് അലോഹ്യം കാണിച്ചവർ, അതിൽപ്പെട്ട ഒരു ബിരുദധാരിയായ പണ്ഡിതനെ പിന്നീട് ഞാൻ കാണുന്നത് താടി വടിച്ചിട്ടാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പം അദ്ദേഹത്തിന് വേറൊരു ഷെയ്ഖിനെ കിട്ടിയാണ്, എൻ്റെ ഷെയ്ഖിനെ അല്ല. അപ്പം ആ ഷെയ്ഖ് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ആചാരത്താടി വടിച്ചിട്ട് വാങ്ങും. ഇന്നുണ്ട് ആ ഷെയ്ഖ് ഉപ്പുണ്ട്, ആ താടി വടിച്ച പണ്ഡിതനും ഇപ്പോഴും ഉണ്ട്. അപ്പം ഇത് അടിപിടി കൂടാനുള്ള ബഹളം അല്ല. ഞാനിത് തന്നെ പറയുന്നത് അല്ല, അതിൻ്റെ ക്രമപ്രശ്നമൊന്നും അല്ല ഇവിടെ വിഷയം. ആക്ഷേപിക്കരുത്. മദ്ഹബുകൾ പലതും ഉണ്ട്. ദീന് എന്ന് പറഞ്ഞാൽ മാ ശറഅ അല്ലാഹു വറസൂലുഹു ആണ്. അത് ചിലപ്പോൾ നാടും ദേശവും ഒക്കെ മാറും. പക്ഷെ അൽഹംദുലില്ലാ ഇന്നത്തെ അവസ്ഥ എന്താണ്? ചുരുങ്ങിയത് 1000-ൽ താഴെ ഒരു 600-700 ആളുകൾ, ബിരുദധാരികൾ മാത്രം ഇന്ന് പ്രിയപ്പെട്ട എൻ്റെ ഗുരുവിൻ്റെ വഴിയിൽ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് നമ്മളുമായി ബന്ധപ്പെട്ടവർ? ഈ മദനി അതൊന്നും പറയാനുള്ളതല്ല, പറയില്ല. മദനി ഇതിൽ ചേർന്നാണോ? അതറിയുന്നവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഘോഷമായി നടന്നതല്ലേ. അദ്ദേഹവുമായി ഞാൻ ഹൃദയബന്ധത്തിൽ എൻ്റെ സഹോദരനാണ് ഇപ്പോഴും. അത്ര പറഞ്ഞാൽ മതി. ബിരുദധാരികളായ സഖാഫികൾ, കാമിൽ സഖാഫികൾ മുതൽ ഫൈസിയും ദാരിമിയും ബാക്കവിയും, ഞാൻ ചിലപ്പോൾ തമാശ പറയാറുണ്ട്, കേരളത്തിൽ ഏതെല്ലാം ബിരുദങ്ങളുണ്ടോ കോളേജുകളിലുള്ള 1-2 പേരെങ്കിലും അല്ലാഹു തആല ഈ വഴിയിലേക്ക് തന്നിട്ടുണ്ട്. എന്തിനു പറയണം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഭൂമിയോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, അങ്ങോട്ട് തന്നെ ചോദിച്ചാൽ പോലെ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ മുസ്ലിം പണ്ഡിതൻ ആരായിരിക്കും? ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇസ്ലാമിനെ പറ്റി എഴുതിയ ആള് KVM ഭന്താവ്. അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഓവർടേക്ക് അഷ്റഫി ബുക്സ് ആരും ഇറക്കി. പക്ഷെ അദ്ദേഹത്തിന് ഒരു നല്ല എഡിറ്റർ ഇല്ലാതെ പോയതും അതിൻ്റെ ഒരു പഴയ ശൈലിയിലുള്ള. ഞാൻ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ സൂഫിസത്തെ പറ്റി എഴുതിയ ആള് ഇഹ്യാ ഉലൂമുദ്ദീൻ മുതൽ പരിശുദ്ധ ഖുർആൻ മുതൽ മഹല്ലി മുതൽ ഇബ്നു അറബി തങ്ങളുടെ തഫ്സീർ മുതൽ ഉംദ മുതൽ ഖുതുബ മുതൽ സബുൽ മുഅല്ലഖ വരെ പരിഭാഷപ്പെടുത്തിയ ആളാണ് ഫത്തുൽ മൊയ്നും. ഞാൻ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹത്തോട് വലിയ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ആളുമാണ്. അങ്ങനെ എനിക്ക് ഷെയ്ഖിനെ കിട്ടിയ ആ സന്തോഷത്തിൽ ഞാൻ അദ്ദേഹത്തിന് എടുത്ത എൻ്റെ ഷെയ്ഖിൻ്റെ അതിമഹത്തായ ശ്ലോകങ്ങൾ ഖസീദ കാണിച്ചു. അദ്ദേഹം വല്ലാത്ത സന്തോഷത്തോടെ അത് വായിച്ചു പഠിച്ചു. പിന്നെ എൻ്റെ ഷെയ്ഖിൻ്റെ 4 ആർട്ടിക്കിൾ പരിഭാഷപ്പെടുത്താൻ കൊടുത്തു. അങ്ങനെ പരിഭാഷക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും എത്തൂല. എൻ്റെ ഷെയ്ഖിൻ്റെ 2-3 ലേഖനങ്ങൾ കൊടുത്തയച്ചു. അത് വായിച്ച് 4ാമത്തെ പരിഭാഷയിലെത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആരാണെന്നറിയണം. സൂഫിസത്തെക്കുറിച്ച് അക്കാദമിക്കലായി ഏറ്റവും കൂടുതൽ പഠിച്ചെഴുതിയ ആളാണ്. അദ്ദേഹത്തിനാണെങ്കിലോ സൂഫി വഴികളുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കക്കാടെ ഇതൊരു സാധാരണ പണ്ഡിതൻ്റെ വരികളല്ല, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ത്വരീഖത്ത് സ്വീകരിക്കണം, ഞാൻ ബൈഅത്ത് ചെയ്യാൻ അങ്ങോട്ട് വരുന്നു. പിറ്റേ ദിവസം കോഴിക്കോട് മദീനത്തുൽ കിറാമിൽ വന്നു.
ഇരുന്ന് ബൈഅത്ത് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അന്ന് അദ്ദേഹം പോയിട്ട് പുസ്തകം എഴുതി, ദസൂഖിയ തേജോ പ്രവാഹം. എന്നിട്ട് എന്നോട് പറഞ്ഞു, KVM പന്താവൂർ ദസൂഖി എന്ന് എൻ്റെ പേരിൽ ചേർക്കണം. പിന്നെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ എഴുതിയത് സയ്യിദ് ഇബ്രാഹിം ഉദ്ദസൂഖി എന്ന വലിയ പുസ്തകമാണ്. അത് ഇതുവരെ ഞാൻ വെളിച്ചത്തിലേക്ക് വരുത്തിയിട്ടില്ല, കാരണം എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൽ അദ്ദേഹം ആമുഖത്തിൽ പറഞ്ഞു, ഞാൻ ഖാദിരിയത്തും ചിശ്തിയത്തും നക്ഷബന്ദിയത്തും ഒക്കെ സ്വീകരിച്ചിരുന്നു, പല മഹാന്മാരുടെ കയ്യും കാലും പിടിച്ചിരുന്നു, എനിക്ക് അവസാനം ദസൂഖിയത്ത് എന്ന പുളിങ്കൊമ്പ് ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അത് എഴുതിയിട്ടാണ് അദ്ദേഹം വഫാത്തായത്. അപ്പം പണ്ഡിതന്മാർ നിരവധിയുണ്ട്, ദിശനാശാരികളുണ്ട്, എന്നാൽ കർഷകരും അവരൊക്കെ ഈ വഴിക്ക് യോഗമുള്ളവർ ഇത് അറിഞ്ഞ് കേട്ടറിഞ്ഞ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഉള്ളവർ മര്യാദക്ക് പരിപാലിച്ചാൽ അത് ഗുണമാണ്. അതിൽ കേരളീയർ പഠിക്കേണ്ടത് എന്താണ്? അഖ്താബുൽ അർബഅ 4 തസവൂഫിൻ്റെ പ്രായോഗിക രീതികളാണ്. അവരുടെ ബ്രാഞ്ചുകളായി ഷാദുലിയത്തും സുഹ്റവർദിയത്തും ചിശ്തിയത്തും ഒക്കെ, അതൊക്കെ ഈ 4ന്റെ ബ്രാഞ്ചുകളാണ്. അതിൽ 4ാമനാണ് സയ്യിദി ഇബ്രാഹിം ഉദ്ദസൂഖി റളിയല്ലാഹു അൻഹു. ആ വഴിയിലുള്ള ഒരു ബന്ധം അല്ലാഹു തആല തന്നു. സന്തോഷത്തോടു കൂടി അൽഹംദുലില്ലാഹ് സ്വീകരിച്ചു. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഷെയ്ഖിൻ്റെ കീഴിൽ ലോകത്തെവിടെയൊക്കെ ഉണ്ട്? ഏറെക്കുറെ അറബ് ലോകത്ത് കുവൈത്തിലും സൗദിയിലും ഒക്കെ നിരവധി പേരുണ്ട്. ഒമാനിലുണ്ട്. ഇതിനൊരു സംഘടനാ സ്ട്രക്ചർ ഉണ്ടോ? അതെ, സംഘടന എന്ന് പേര് പറയില്ലെങ്കിലും സംവിധാനമുണ്ട്. ഉദാഹരണത്തിന് ഷെയ്ഖ് ഒന്നേ ഉണ്ടാവും, അത് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു. ഈ വിനീതനൊക്കെ ഇന്ത്യയിൽ അതിൻ്റെ ഖാദിമാണ്. അതിന് പേരെന്താ? മുർഷിദ് എന്നാ പറയാ. മുർഷിദ് പറഞ്ഞാൽ മറ്റുള്ളവരെ ഷെയ്ഖിലേക്ക് പ്രചോദിപ്പിച്ച് അതിൻ്റെ വിവരങ്ങളൊക്കെ കൈമാറുന്നയാൾ. ഷെയ്ഖ് എന്ന വിധാനത്തിൻ്റെ 1 കോടിയിൽ ഒരംശം എനിക്കുണ്ട് എന്ന് ഞാനോ എൻ്റെ കൂട്ടുകാരോ അവകാശപ്പെട്ടാൽ അത് വ്യാജമാണ്. നിങ്ങൾ ഷെയ്ഖാണ് എന്നുള്ള അങ്ങനെ വന്നാൽ അത് വ്യാജമാണ്, അന്ന് ഞാൻ നശിക്കും. ഓക്കെ. ഇപ്പോൾ ലോകത്ത് വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ത്യയിൽ മുഴുവനായിട്ട് കൈകാര്യം ചെയ്യുന്ന നിങ്ങളാണോ? ഇന്ത്യയിൽ അല്ല, ഞാൻ കേരളത്തിലുള്ള അഹ്ബാബുകളുടെ ഖാദിമാണ്. എന്നാൽ വേറെ ഭാഗത്തൊക്കെ ഉണ്ട്, അവരോടൊക്കെ ബന്ധപ്പെടാറുണ്ട്. പിന്നെ ഇന്തോനേഷ്യ, മലേഷ്യ, യൂറോപ്പിലൊക്കെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. മലേഷ്യയിലും ഒരു സുഡാൻ കണക്ഷൻ അല്ലേ? സുഡാനിലാണ് ഞങ്ങളുടെ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് സയ്യിദിയ ഷെയ്ഖ് ഫഖറുദ്ദീൻ മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരുടെ വഴിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് സയ്യിദി മൗലാന ഷെയ്ഖ് മുഖ്താർ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ? ഇല്ല, അവിടെ ഞാൻ പലയിടത്തും പോയ കൂട്ടത്തിൽ പല രാജ്യങ്ങളും അൽഹംദുലില്ലാഹ് പിന്നീട് പോകാൻ കഴിഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞിപ്പം ഈ സംഘടനയിൽ നടപടിയൊക്കെ എടുത്തല്ലോ എന്ന് പറഞ്ഞാൽ അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ AP ഉസ്താദിൻ്റെ നിലപാട് എന്തായിരുന്നു? ഉസ്താദാണല്ലോ നിങ്ങളെ. നടപടി എന്ന് പറയുമ്പോഴും പലരുടെയും തെറ്റിദ്ധാരണ നീങ്ങാൻ വേണ്ടി പറയാം. AP ഉസ്താദ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. തങ്ങളുടെ അടുത്ത് പോയി അതിൻ്റെ ഒരു ക്ലിയർ കിട്ടി. അതോടുകൂടി ഇതല്ലാത്തൊരു ചർച്ച അല്ലല്ലോ. പിന്നെ മർക്കസ് കോംപ്ലക്സിലേക്ക് എന്നെ വിളിച്ചു. എൻ്റെ തരീഖത്തിലെ അബദ്ധോ എൻ്റെ ഷെയ്ഖിലെ അബദ്ധോ ഒന്നും ചർച്ചയിൽ വന്നില്ല. ഒറ്റ ചോദ്യമായി AP ഉസ്താദ് എന്ന ആ വിശാല മനുഷ്യൻ എന്നോട് ചോദിച്ചത്, കക്കാട് ഇവിടുത്തെ വലിയ ഹിദ്മത്തിൽ ഇതൊക്കെ മുടങ്ങിപ്പോകുമല്ലോ, അതുകൊണ്ട് കക്കാട് സംഘടനയുടെ ഒരു വക്താവായി തന്നെ തുടരുന്നതല്ലേ നല്ലത്. അപ്പം ഈ പറഞ്ഞ ഉസ്താദുമാരൊക്കെ ഉണ്ട്. അപ്പം തരീഖത്തിൻ്റെ ശരാശരിയെക്കുറിച്ച് ചർച്ചയല്ല. അപ്പോൾ ഞാൻ AP ഉസ്താദിനോട് സ്നേഹത്തോടെ ഇവരുടെ മുമ്പെന്ന് പറഞ്ഞു, ഉസ്താദെ, എനിക്കെൻ്റെ ഷെയ്ഖ് ഈ ഔറാദും ഈ മാലയും തരുമ്പോൾ ഈ ത്വരീഖത്ത് സംബന്ധമായി ആരെങ്കിലും നിന്നോട് ചോദിക്കാനും അന്വേഷിക്കാനും വന്നാൽ നീ അത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതെനിക്ക് നിർബന്ധമല്ലേ? അതിൻ്റെ ഷെയ്ഖ് എന്നോട് പറഞ്ഞ ഒരു മര്യാദയല്ലേ? AP ഉസ്താദ് സൗമ്യനായി പറഞ്ഞു, ഓക്കെ, അതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഷെയ്ഖിനെ കണ്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കി തരാം, നിങ്ങളുടെ ഷെയ്ഖിന് അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്കൊരു വിരോധമില്ല. ഷെയ്ഖ് പറയാണ്, അവിടുത്തെ മസ്ലഹത്തിന് വേണ്ടി നീ ഒറ്റക്ക് കൊണ്ടു നടന്നാൽ മതി, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയില്ല. അപ്പോൾ യോഗം സമംഗളം പിരിയാനായി. അത് AP ഉസ്താദ് നേടിത്തന്നാൽ എനിക്ക് ഹജ്ജിൻ്റെ അമീറായി തുടരാം, മർക്കസിൻ്റെ പ്രിൻസിപ്പാളായി തുടരാം, അതിലും അപ്പുറം ഇന്ന് എവിടെയും എത്താം. അതൊരു നഷ്ടബോധത്തോടല്ല പറയണത്.
ഷെയ്ഖ് തന്നത് എനിക്ക് നിലനിർത്തല്ലേ വേണ്ടത്. എ പി ഉസ്താദ് അത് പറഞ്ഞപ്പോൾ യോഗം സമങ്കളം പിരിയുന്നിടത്തെത്തി. ഈ പറഞ്ഞ ഉസ്താദുമാരൊക്കെ ഉണ്ട്, പേര് പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരൊറ്റ റിക്വസ്റ്റ് കൂടി ഉണ്ട്, 1 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം എന്ന സമയം നിശ്ചയിക്കണം. കാരണം സംഘടനയിലെ ചില തീരുമാനങ്ങളൊക്കെ മൗനമായി തന്നെ തുടരും. അത് ജിദ്ദയിലൊക്കെ എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഉസ്താദ് ഇപ്പോൾ ഒന്ന് പോയി കണ്ട് തിരിച്ചു വരുന്നത് വരെ ഞാൻ സൈലൻ്റ് ആവാം. അത് കഴിഞ്ഞ് ഉസ്താദ് ഒരു സമ്മതം കൊണ്ടെത്തന്നാ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇത് ഞാൻ പറയാൻ എനിക്ക് തൗഫീഖുണ്ടായി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് പറഞ്ഞു, അതൊന്നും നടക്കണ കാര്യമല്ല. എന്നിട്ട് 2-3 ആളെ പേര് പറഞ്ഞു. അവരൊക്കെ ഇറാഖിലും ബഗ്ദാദിലും പോയി ഓരോ ഷെയ്ഖന്മാരെ സ്വീകരിച്ച് വരിക, അവിടെയൊക്കെ പോയി എ പി ഉസ്താദ് പോയി സംസാരിക്കുക, ആ ഷെയ്ഖിനെ കണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ ഈ സംഘടനാ പേരും പെരുമയും ഒന്നും ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തുന്നില്ല. എനിക്ക് രണ്ടും ഒരുമിച്ച് കൂട്ടി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പ്രിഫറൻസ് കൊടുക്കുക ഇതിനാണ്. എനിക്ക് ആത്മീയ അനുഭവ ബോധ്യമുള്ള അറിവിൻ്റെയും ബുദ്ധിയുടെയും ന്യായത്തിൻ്റെയും വെളിച്ചത്തിൽ എനിക്ക് ബോധ്യമുള്ളതല്ലേ. അതും പറഞ്ഞ് ആ യോഗത്തിൽ സ്നേഹത്തോടെ ഇറങ്ങിയതാ. അല്ലാതെ ഒരു പഠനോ ഒരു വിചാരണ പോകട്ടെ. ആ ഷെയ്ഖ് മിസ്റിലുണ്ടല്ലോ, ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ പോയി കണ്ട് 10 മിനിറ്റ് സംസാരിച്ചിട്ട് അദ്ദേഹത്തിനുള്ള തെറ്റുകളോ കുറവുകളോ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ലല്ലോ. ഇരു സമസ്തയും അത് ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യം അവർക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതുമായി ബന്ധപ്പെട്ട വലിയ ഉസ്താദുമാർ, വലിയ മഹാന്മാർ ഇന്നും എന്നും എപ്പോഴും നല്ല സൗഹൃദത്തിലാണ്, എപ്പോഴും നല്ല സൗഹൃദത്തിലാണ്. പക്ഷെ സംഘടനയുടെ ഖൈറ് അത് തുടരണം. എന്നാൽ മശായിഖന്മാരുടെ വഴി അത് ലഭിച്ചവർ അച്ചടക്കത്തോടെ അതും തുടരണം. നമുക്ക് അവസാനിപ്പിക്കാം ഒറ്റ ഒരു കാര്യമാണ്. ഈ ഇപ്പോൾ എ പി ഉസ്താദ് ഇപ്പം ഭയങ്കര ഒരു സെക്കുലറായ അല്ലെങ്കിൽ വലിയൊരു നിമിഷപ്രിയയുടെ വിഷയത്തിൽ അതിൽ നിങ്ങളൊരു പ്രസംഗം നടത്തിയല്ലോ, സമസ്തയുടെ 2 കൂട്ടരും വാർഷികത്തിൽ 2 പേരും പങ്കെടുക്കണം, അങ്ങനെ ഒരു ആശയം ഉണ്ടോ? അതെ, അതായത് നിമിഷപ്രിയ വിഷയത്തിൽ എ പി ഉസ്താദിന് വലിയൊരു അംഗീകാരമാണ് മതേതര കേരളത്തിൽ ഇന്ത്യയിൽ കിട്ടിയത്. എ പി ഉസ്താദിൻ്റെ ആ തൗഫീഖിൽ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. കാരണം എനിക്കുണ്ടായ ഖൈറുകളുടെ മുഴുവൻ അവലംബം അദ്ദേഹമാണ്. ഒരു 3-4 മാസമായിട്ടുണ്ടാവും. അവിടുന്ന് എന്നെ ഫോൺ ചെയ്തു. ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ചോ? ഉസ്താദ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതിൻ്റെ മുന്നേ അവസാനം എപ്പോഴാണ് വിളിച്ചേ? അതിൻ്റെ കുറച്ച് മുമ്പ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്, ലോക്യം പറയാറുണ്ട്. ചിലയിടത്തുനിന്ന് കണ്ടിട്ട് എന്നെ തിരിച്ചറിയാതെ വന്നപ്പോൾ പിന്നെ എ പി ഉസ്താദ് കാറ് നിർത്തിയിട്ട് എന്നെ വിളിച്ചിട്ട്, കക്കാട് അവിടെ ഉണ്ടായിരുന്നില്ലേ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലല്ലോ, എന്നാൽ നിങ്ങൾ എന്നോട് അത് പറയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ വിശാലതാണേ അതിനർത്ഥമുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ തന്നെ പറയാം, അതിൻ്റെ അർത്ഥം എൻ്റെ തരീഖത്തിനെയും എൻ്റെ ഷെയ്ഖിൻ്റെ എല്ലാ പരിപാടികളെയും എ പി ഉസ്താദ് എന്ന മഹാൻ അംഗീകരിക്കുന്നു എന്നൊന്നും ഞാൻ പ്രചരിപ്പിക്കുന്നില്ല. അത് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരിക്കലും ആരും വിഷമിപ്പിക്കുകയും വേണ്ട. പക്ഷെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കക്കാട് നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ ഒരു അഭിനന്ദനവും സന്തോഷവും. അത് അദ്ദേഹത്തിൻ്റെ വിശാലതയാണ്. എന്തോ ഒരു നല്ല വാക്ക്. അതിൽ ഞാൻ ചൊല്ലിയ ചില വരികളൊക്കെ ഉണ്ട്, അസയ്യിദത്തു ആമിന റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട്. അത് കക്കാടൊന്ന് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം പരിപാടികളിലൊക്കെ എനിക്കും യോജിപ്പിൻ്റെ മേഖല എമ്പോഴും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതാണെന്ത്, സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ അഹ്ലുസുന്നത്ത് എന്ന നിലക്ക് 2 ഒന്നല്ലേ. ആ യോജിപ്പിന് എൻ്റെ ഫോർമുല എന്താണ്? എല്ലാവരും പറയുന്നതല്ല, കമ്മിറ്റികളെ ഒന്നാക്കാനൊന്നും കഴിയില്ല. അന്നപ്പം സമസ്തയുടെ മഹാനായ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമ്മേളനത്തിൽ ഒന്ന് എല്ലാവരും പങ്കെടുക്കൂ, അത് വിജയിപ്പിക്കൂ എന്ന് എ പി ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നും എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട് നടത്തുന്ന 100ാം വാർഷികം ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ പോകണമെന്ന് ജിഫ്രി തങ്ങളുടെ ഭാഗത്തു നിന്നും അപ്പോഴണികൾ തമ്മിൽ അങ്ങ് സമന്വയിക്കും. അതൊരു വല്ലാത്ത അടുപ്പായിരിക്കും. മഹല്ലുകൾ യോജിക്കും. ഇപ്പം തന്നെ അത് പലയിടത്തും കാണുന്നുണ്ട്. അത് പുലരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറയും. ഞാൻ പറയാറുണ്ട്, ഈ ലൗഡ് സ്പീക്കറിൽ മൗലൂദ് ഓതി മഹല്ല് തോറും അമുസ്ലിങ്ങളുള്ള നാട്ടിൽ പോലും സ്പീക്കറിൻ്റെ വലിയ ബഹളം വെച്ച് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ഞാനൊരു 2 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. യൂട്യൂബിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തോന്നിയണം അത് തീർച്ചയല്ലേ. ഒരു മതേതര സമൂഹത്തിൽ മറ്റ് ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് സഹകരിക്കുന്നവരാ. അപ്പൊ പിന്നെ പള്ളിയിൽ നിന്ന് 10 മണി വരെ ഉറക്ക സ്പീക്കറിൽ മൗലിദ് ഓതണം. അത് പള്ളിയിൽ നല്ല ക്യാബിൻ വെക്കണം, ആസ്വദിക്കാൻ പറ്റിയ രൂപത്തിൽ. അത് മതി എന്ന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു.
എന്നല്ല, ഒരു വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ, ഇത് ഞാൻ വെളിപ്പെടുത്താറില്ല, എനിക്ക് മനസ്സ് തോന്നിയ ഒരു ആശയമായിരുന്നു. കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ കമ്മിറ്റിക്ക് പേരെഴുതി കത്ത് കൊടുത്തു ഞാൻ. എന്തുകൊണ്ട്? അവിടെ മുതലക്കുളം മൈതാന മുറ്റത്താണ് ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് മുമ്പ്. അപ്പോഴും മഗ്‌രിബിൻ്റെ ബാങ്കും വരും, ഇഷാൻ്റെ ബാങ്കും വരും. അത് മൈക്കിൽ ഉയർന്ന ശബ്ദത്തിൽ വരുമ്പോൾ ഈ അമുസ്ലിങ്ങളുടെ മിനിറ്റുകൾ പരിപാടി നിർത്തിവെക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് കഴിയില്ല. അപ്പം അതൊരു വല്ലാത്ത വിഷമാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്തരം പൊതുപരിപാടി മുതലക്കുളം മൈതാനിയിൽ നടക്കുമ്പോൾ അന്നത്തെ ഒരു മഗ്‌രിബ് ഇഷാവിൻ്റെ ബാങ്ക് പള്ളിയിൽ ഒതുങ്ങുക, എന്താ കുഴപ്പം? അല്ലെങ്കിൽ ബാങ്കിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ ഇപ്പം നിസ്കരിക്കാൻ ആളുകൾ പള്ളിയിലേക്ക് പോവുക? അതൊരു ഷിയാറാണ്. ആ ഷിയാർ നടക്കണം. അതിന് അനുകൂലമായ സാഹചര്യത്തിലും രീതിയിലും. പട്ടാള കമ്മിറ്റിക്ക് ഞാൻ കത്ത് കൊടുത്തു, പക്ഷേ ഇതുവരെ മറുപടി ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും ചിദാനന്ദപുരി സ്വാമികളെ പോലുള്ള വലിയ പ്രഭാഷകരൊക്കെ വരുന്ന ഒരു വേദിയിൽ അവർക്ക് ആ ആളുകൾക്കൊരു വിഷമമില്ലാത്ത രൂപത്തിൽ നമ്മുടെ ആരാധനാ മാർഗങ്ങളൊക്കെ ഒന്ന് സമന്വയിപ്പിച്ചൂടെ? ബാങ്ക് കൊടുക്കണ്ടെന്നല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം ദീനിന് ഗുണമല്ലേ ഉള്ളൂ, സദ്പേരല്ലേ ഉള്ളൂ. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട്, നല്ല താടി ഭംഗിയായി നിങ്ങൾ വെച്ചോ, അത് വളരെ നല്ല സ്വഭാവമാണ്. പക്ഷെ ആ താടി വെച്ചവൻ്റെ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന് ഇണങ്ങുന്നതാവണം. അല്ലെങ്കിൽ നിങ്ങൾ താടിയിലൂടെ ആരെ പറയിപ്പിക്കും? റസൂലുള്ളാഹിയെ പറയിപ്പിക്കും. അബൂജഹലിൻ്റെ താടിയും അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖൽബുമാണ് വേണ്ടത്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖൽബുണ്ടെങ്കിൽ അബൂജഹലിൻ്റെ താടി ഒരു കുഴപ്പമില്ല. മറിച്ച് അബൂജഹലിൻ്റെ ഖൽബും അബൂബക്കർ സിദ്ദീഖിൻ്റെ താടിയും ഉണ്ടായിട്ടൊരു കാര്യമില്ല. കേരളീയ മുസ്ലിങ്ങളോട് ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു സെക്യുലർ പൊതുസമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ആളുകൾ കുറച്ചുകൂടെ ചിന്തിക്കുക, മറ്റുള്ളവർക്ക് വിഷമം സൃഷ്ടിക്കാതെക്കുക, എങ്കിൽ അവർ നമ്മളെ ആദരിക്കും, എങ്കിൽ ഇസ്ലാമിന് അനുകൂലമായ സാഹചര്യം അവരൊരുക്കി തരും. അതാണ് വേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇസ്ലാം വളർന്നത്. തീർച്ചയായും. അപ്പം നമ്മൾ എന്താ പറയുക, ഇത് അവസാനിപ്പിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് തുടരേണ്ടി വരും, ഇവിടെ അവസാനിപ്പിക്കുക. കാരണം നമ്മൾ ഇവിടെയും ഒരു കോർഡിനേറ്റഡ് ആയിട്ട് ഇത് തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ഭാഗം റസൂലുള്ളാഹിനെ കുറിച്ച് തന്നെ പറയട്ടെ. കാരണം റസൂലുള്ളാഹിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണല്ലോ. ഇനിയും പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശിപ്പിക്കണം. അത് കാതിലൂടെ കൊടുക്കുക, നാവിലൂടെ കൊടുക്കുക, കണ്ണിലൂടെ കൊടുക്കുക, ബുദ്ധിയിലൂടെ കൊടുക്കുക. എന്നാൽ ഖൽബിൽ നിന്ന് ഖൽബിലേക്ക് കൊടുക്കുന്ന, വാങ്ങുന്ന, പകരുന്ന ഒരു രീതി, അതിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഈ പുസ്തകം ഇനി 4ാം വള്ളിയത്തിൻ്റെ എഴുത്ത് ഇൻഷാ അല്ലാഹ് സജീവമായി തുടരുന്നുണ്ട്. ഓക്കെ, എത്ര വള്ളി ഉണ്ടാവും? അത് 5, 6 ഒക്കെ ആവാം എന്നുള്ളതാണ്. 7 മനസ്സിൽ. എന്താണ് കക്കാടിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എവിടെ എത്തണമെന്നാണ്? ഈ ത്വരീഖത്ത്, അതേപോലെ ഈ പ്രസംഗം എവിടെ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയ പൊരുളുകൾ സ്വീകരിച്ച് ആ പൊരുത്തത്തിൽ ഒരു ഖാദിമായി പരിശുദ്ധ ദീനിനെ സേവിക്കാനും ആ ദീനീ സേവനം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടാൻ പറ്റുന്നത് കബൂലാവാനും എൻ്റെ പുസ്തകം അല്ലാഹുവിങ്കൽ സ്വീകാര്യമായി കിട്ടണം. അതാണ്, അങ്ങനെ ആവട്ടെ. എൻ്റെ പരിശ്രമങ്ങളും അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.